നിമിഷങ്ങൾ ദൈവത്തിന്റെ വചനം നമുക്ക് ധ്യാനിക്കണം. கொஞ்ச நேரம் தேவனுடைய வார்த்தையை நாம் தியானம் செய்ய போகிறோம். യോഗത്തിന്റെ അവസാനം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ആമേ കൂട്ടത്തിൻ മുടിവിലെ உங்களுக்கு എല്ലാവർക്കാக ജெபம் பண்ணுவேன். ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-23 വചനങ്ങളാണ്. ആമേ ഇന്ന് ആമേ ധ്യാനത്തിற்காக ആമേ അപ്പോസ്തലനാகிய പൗൽ എഴുതിന നിരുപം 1 കൊരിന്ത്യർ 1-ാം அதிகாரம் 20-21 വചനങ്ങളെ നാം ധ്യാനിക്ക ചെയ്യ പോകുന്നു. വചനം ഞാൻ മലയാളത്തിൽ വായിക്കും, പിന്നീട് തമിഴിൽ വായിക്കും. முதல்ல மலையாளத்தில் வாசிக்கின்றேன், பிற்பாடு மலையாளத்தில் வாசிப்பார், இரண்டாவது தமிழ் வாசிப்பார்கள். യഹൂദന്മാർ അടയാളം ചോദിക്കും, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എല്ലാവരും ചേർന്ന് തമിഴിൽ ആ വാക്യം വായിക്കണം. എല്ലാവരും சேர்ந்து வாசிக்கலாமா? 1 கொரிந்தியர் 1-ാം அதிகாரம் 22-23 ശബ്ദം ഉയർത്തി വായിക്കും. சத்தத்தை உயர்த்தி வாசிக்கலாமா? யூதர்கள் அடையாளத்தை கேட்கிறார்கள், கிரேக்கர் ஞானத்தை தேடுகிறார்கள். நாங்களோ சிலுவையில் அறையப்பட்ட கிறிஸ்துவை பிரசங்கிக்கிறோம். அவர் யூதருக்கு இடரலாயும். മതി, போதும். കണ്ണുകളൊന്ന് അടച്ച് കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ചാട്ടെ. കണ്ണുകളെ മൂടി കരങ്ങളെ ഉയർത്തി പിടിക്കലാമാ? എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക്, എല്ലാ കരങ്ങളും പരലോകത്തേക്ക് നേരാക. നമ്മൾ കരം ഉയർത്തുന്നതിന് വലിയൊരു അർത്ഥമുണ്ട്. നാം കരം ഉയർത്തുന്നത് പെരിയ ഒരു അർത്ഥം ഇരിക്കുന്നത്. ഒരു ദാസൻ പണ്ട് കാലത്ത് യജമാനനെ കാണുമ്പോൾ ആദ്യം ചെയ്യുന്നത് കരമങ്ങ് ഉയർത്തും. ഒരു ഊഴിയക്കാരൻ യജമാനനെ பார்க்கின்ற பொழுது முதல் கைகளை உயர்த்துவான். 2 കരവും അവൻ യജമാനന്റെ മുമ്പിൽ ഉയർത്തും. 2 കരങ്ങൾ യജമാനുക്ക് മുൻപதாக ഉയർത്തുവാൻ. യജമാനന്റെ മുമ്പിൽ ഉയർത്തപ്പെട്ട ദാസന്റെ കരം യജമാനനോട് പറയുന്ന 3 കാര്യമുണ്ട്. அந்த யஜமானுக்கு முன்பதாக உயர்த்தப்பட்ட தாமே ஊழியக்காரனுடைய கரத்தை பார்த்து சொல்லுகிற 3 காரியங்கள் இருக்கிறது. 1, യജമാനനെ എന്റെ കരത്തിൽ ഒന്നുമില്ല, എന്റെ കരം ശൂന്യമാണ്. ஆமே 1, யஜமானனே உடைய கரத்தில் ஒன்றுமில்லை, என் கரம் வெறுமையாக இருக்கிறது. 2, യജമാനനെ ഞാൻ പൂർണ്ണമായിട്ടും നിനക്ക് കീഴ്പ്പെടുന്നു. ஆமே 2, யஜமானனே പൂർണ്ണമായി ഉമക്ക് കീഴ്പ്പെടുகிறேன். 3, യജമാനനെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്തും എന്നിൽ ചെയ്യാം. ஆமே 3, யஜமானனே உமக்கு விருப்பமானதை என் வாழ்க்கையிலே செய்யும். ഇന്ന് രാത്രി പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത യജമാനൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി പാപത്തിൽ അടിമ നുകത്തിലിருந்து மீட்பை கொடுத்த യേശു എன்கிற യജമാനൻ നം നടുവിലെ വന്നിരിക്കുകയാ. ആ യജമാനൻ യേശു കർത്താവാണ്. அந்த യജമാനൻ യേശു ക്രിസ്തു. അവന്റെ മുമ്പിൽ നമ്മുടെ കരമുയരുമ്പോൾ, அவருடைய முன்பதாக கரத்தை உயர்த்தப்படுகின்ற பொழுது നമ്മുടെ കരത്തിന്റെ ശൂന്യത യജമാനൻ തിരിച്ചറിയുന്നു. நம்முடைய கரத்துடைய வெறுமையை அவர் புரிந்து கொள்வார். നമ്മുടെ സമർപ്പണം യജമാനൻ തിരിച്ചറിയുന്നു. நம்முடைய അർപ്പണിப்பை அவர் புரிந்து கொள்வார். അവന്റെ ഇഷ്ടം പോലെ ഇന്ന് രാത്രി നമ്മിൽ ചെയ്യും. அவருடைய விருப்பமானதை நம்முடைய வாழ்க்கையிலே செய்வார். നാവിൽ നിന്നും സ്തോത്രങ്ങൾ ഉയരട്ടെ. உங்கள் நாவிலிருந்து ஸ்தோத்திரங்கள் உயரலாமே. മലയാളത്തിൽ ഒരു പഴയ പാട്ടുണ്ട്. മലയാളത്തിൽ പഴയ പാടൽ இருக்கிறது. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം അറിയത്തില്ലായിരിക്കാം. ஒருவேளை உங்களுக்கு பொருள் தெரியாமல் இருக்கலாம். കാൽവറി ദർശനം കാണുന്നു എൻ മുൻപിലായി, കൽവാരി കാഴ്ചയെ കാൺகிறது എൻ മുൻപதாக. എന്റെ ഉള്ളം നിറയുന്നു നന്ദിയാൽ. ആമേ എൻ ഉള്ളം നിറമ്പിടുതേ നന്ദിയാലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ അനുഗ്രഹം നീ എന്നിൽ തന്നതാൽ, ഉമ്മുடைய ആശീർവാദം എനിക്ക് തന്നതിനാലേ എന്നോട് വന്ദനം നിന്റെ ഗാനമാണ്. അവനുடைய வாழ்த்துதல் உம்முடைய பாடலாக அமைகிறது. വന്ദനമേ യേശു രക്ഷക, നീ എന്റെ നായകനാണ്. ആമേ வாழ்த்துவேன் உம்மை, നീ என்னுடைய നായകൻ എല്ലാ என்பதாக. കരങ്ങളും ഉയർന്നിരിക്കട്ടെ. എല്ലാവരും ആമേ കരങ്ങൾ ഉയർന്നിരുപ്പதாக. ഭയങ്കര ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഭയങ്കരமான ദൈവത്തിന്റെ പ്രസന്നം ഉയർന്നിരിക്കുന്നത്. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്തുകൊണ്ട്, அந்த தேவ பிரசன்னத்தை உணர்ந்து கொள்கிறவர்கள் கைகளை உயர்த்தி ஸ்தோத்தரிக்கலாமே. പരിശുദ്ധാത്മാവിനോട് പറയുന്നത് ചില രോഗങ്ങൾ ഇന്ന് രാത്രി അഴിയും. பரிசுத்த ஆவியானவர் சொல்லுகிறார், சில நோய்களை நான் குணமாக்குவேன். ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ തൊടും. இன்று ராத்திரி பரிசுத்த ஆவியானவர் சிலரை தொடுவார். ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരുടെ കരങ്ങൾ ഉയരട്ടെ, അതരങ്ങൾ തുറക്കട്ടെ. தேவனுடைய பிரசன்னத்தை உணர்ந்து கொள்கிறவர்கள் வாய்கள் திறக்கட்டும், கைகள் உயரட்டும். കാൽവരി ദർശനം കാണുന്നൻ മുൻപിലാ, കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി. കാൽവരി ദർശനം
കാണുന്ന മുൻപിലാ അൻപിനാലുള്ളവും കണ്ണും നിറയുന്നേ അൻപിനാലുള്ളവും കണ്ണും നിറയുന്നേ കാൽവരി ദർശനം കാണുന്ന മുൻപിലാ കാൽവരി ദർശനം കാണുന്ന മുൻപിലാ അൻപിനാലുള്ളവും കണ്ണും നിറയുന്നേ അൻപിനാലുള്ളവും കണ്ണും നിറയുന്നേ നിന്നനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ നിന്നനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ നിന്നോടെ വന്ദനം എന്നുമൻ ഗാനമാ നിന്നോടെ വന്ദനം എന്നുമൻ ഗാനമാ ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല ആണ്ടവരേ, ഇന്ന് രാത്രി ആ കാൽവറിയുടെ ദർശനം കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. இன்று கல்வாரி சிலுவையுடைய காட்சியை பார்க்க என் கண்களை திறந்தெழுவீராக. ഇന്ന് രാത്രി വചനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ തരികയാണ്. இன்றிரவு வசனத்தை உம்முடைய கரங்களிலே தருகிறோம். ഈ വചനത്തെ വാഴ്ത്തി വിശുദ്ധീകരിച്ച് ജീവന്റെ അപ്പമായിട്ട് ഞങ്ങൾക്ക് നൽകണം. இந்த வசனத்தை வாழ்த்தி ஆசீர்வதித்து ஜீவ அப்பமாய் தருவீராக. ഞങ്ങളോട് ദേശത്തോട് ഇന്ന് രാത്രി അങ്ങ് സംസാരിക്കണം. எங்களோடு தேசத்தோடு இரவு பேசுவீராக. ഇന്ന് രാത്രി ചില രോഗികൾ സൗഖ്യമാകണം. இன்று இரவு சில வியாதி உள்ளவர்கள் குணமடைவார்களாக. ചില പാപികൾ മാനസാന്തരപ്പെടണം. சில பாவிகள் மனம் திரும்புவார்களாக. ചിലരുടെ ഹൃദയത്തിൽ അങ്ങേ രക്ഷകനായി ഇന്ന് രാത്രി ഏറ്റെടുക്കണം. ചിലരുടെ ഹൃദയത്തിലെ രക്ഷകരായി ഏറ്റുകൊള്ള കർത്തർ ഉദവി செய்வீராக. അതിനായി ഇന്ന് രാത്രി മുഴങ്ങുന്ന സന്ദേശത്തിന്റെ പിമ്പിൽ അങ്ങയുടെ കരം ചലിക്കണം, അങ്ങയുടെ ആത്മാവ് വ്യാപരിക്കണം. இன்றிரவு அம்மை முழக்கமிடுகிற செய்திக்கு முன்பதாக தேவனுடைய கரம் அசைவாடும்படிக்காக நாங்கள் ஜெபிக்கிறோம். എല്ലാ പ്രതിസന്ധികളെ ഞങ്ങൾ ശാസിക്കുന്നു. எல்லா போராட்டங்களையும் நாங்கள் கடிந்து கொள்கிறோம். എല്ലാ തടസ്സങ്ങളെ ഞങ്ങൾ ശാസിക്കുന്നു. எல்லா தடைகளையும் கடிந்து கொள்கிறோம். ഞങ്ങളെ ഉപയോഗിക്കണമേ യേശുവിൻ നാമത്തിൽ. எங்களை பயன்படுத்துவீராக இயேசுவின் நாமத்தில். കരങ്ങൾ ഉയർത്തി ഉച്ചത്തിലൂടെ ഹല്ലേലൂയ പറയാം. கரங்களை உயர்த்தி சத்தமாக அல்லேலூயா சொல்லலாம். அல்லேலூயா. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് സ്തോത്രം. ஆசீர்வதிக்கப்பட்ட வசனத்திற்காக ஸ்தோத்திரம். കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 21-ാമത്തെ അധ്യായം 22-23 വചനങ്ങളാണ് നമ്മൾ ഒന്നിച്ചു വായിച്ചത്. அம்மை கொரிந்திய சபைக்கு எழுதப்பட்ட 1 கொரிந்தியர் 1-ாம் அதிகாரம் 22-23 வசனங்களை வாசித்தோம். ഈ വചനത്തിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൊരിന്ത്യ ലേഖനത്തെ കുറിച്ച് ഒരാമുഖം പറയണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. அம்மை கொரிந்திய இந்த செய்திக்கு முன்பதாக கொரிந்திய சபை குறித்து முகவரி சொல்வதற்கு நான் ஆசைப்படுகிறேன். കൊരിന്ത്യ ലേഖനത്തെ കുറിച്ച് ഒരു ആമുഖം പറയണമെന്നുണ്ട്. அம்மை கொரிந்திய நிருபத்தை குறித்து நான் முகவரி சொல்ல நான் ஆசைப்படுகிறேன். എന്നാ സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ ഈ ലേഖനത്തിന്റെ ആമുഖ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ஆனால் அம்மை நேரத்தின் காலத்தின் கட்டாயமானபடினாலே முகவரிக்குள்ளே நான் கடந்து போகவில்லை. എങ്കിലും ഈ ലേഖനത്തെ കുറിച്ച് ഒരു വാക്ക് മാത്രം ഒന്ന് പറയാം. ஆனால் நிருபத்தை குறித்து நான் ஒரு வார்த்தை சொல்லுகிறேன். പൗലോസിന് ദൈവം നൽകിയ ആഴമായ വെളിപ്പാടുകളാണ് കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം. பவுலுக்கு ஆண்டவர் கொடுத்த ஆழமான வெளிப்பாடுகள் தான் 1 கொரிந்தியர் 1-ாம் அதிகாரங்கள். ഒരുപാട് ഗൗരവമേറിയ വിഷയത്തെക്കുറിച്ച് പൗലോസ് കർത്താവിൽ നിന്ന് വെളിപ്പാട് പ്രാപിച്ചിട്ടുണ്ട്. അനേക ഉയർന്നതാன ഉന്നതமான வெளிப்பாடுகளை கர்த்தர்
கர்த்தருடைய கரத்திலிருந்து அவன் பவுல் பெற்றுக்கொள்கிறான். കുടുംബത്തെ കുറിച്ച് കുടുംബ ജീവിതത്തെ കുറിച്ച് അദ്ദേഹം വെളിപ്പാട് പ്രാപിച്ചിട്ടുണ്ട്. குடும்பத்தை குறித்து குடும்ப வாழ்க்கை குறித்து வெளிப்பாடுகளை பெற்றுக்கொள்கிறான். മരണത്തെ കുറിച്ചും മരണാനന്തര ജീവിതത്തെ കുറിച്ച് അദ്ദേഹം വെളിപ്പാട് പ്രാപിച്ചിട്ടുണ്ട്. மரணத்தை குறித்து மரணத்துக்கு அப்புறமாய் வெளிப்பாடை பவுல் பெற்றுக்கொள்கிறான். സ്വർഗത്തെ കുറിച്ച് സ്വർഗത്തിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് ഇവിടുന്ന് വെളിപ്പാട് പ്രാപിച്ചിട്ടുണ്ട്. பரலோகத்தை குறித்தும் பரலோகத்தில் இருக்கிற உன்னதமான குறித்தும் பவுல் வெளிப்பாடை பெற்றுக்கொள்கிறான். തിരുവത്താഴത്തെ കുറിച്ച് അദ്ദേഹം വെളിപ്പാട് പ്രാപിച്ചിട്ടുണ്ട്. திருவிருந்தை குறித்து பவுல் வெளிப்பாடை பெற்றுக்கொள்கிறான். ക്രൂശിനെ കുറിച്ച് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം വെളിപ്പാട് പ്രാപിച്ചിട്ടുണ്ട്. சிலுவை குறித்து சிலுவையில் அறையப்பட்ட கிறிஸ்துவை குறித்து அவன் வெளிப்பாடை பெற்றுக்கொள்கிறான். ഇങ്ങനെ പൗലോസ് ദൈവത്തിൽ നിന്നും നേരിട്ട് പ്രാപിച്ച ഉന്നതമായ ഉജ്ജ്വലമായ വെളിപ്പാടുകളുടെ ഒരു സമാഹാരമാണ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം. பவுலடியார் நேரடியாக தேவ சமூகத்தில் பெற்றுக்கொண்டதான உன்னதமான மகிமையான வெளிப்பாடுகளை தான் இங்கே நான் வாசிக்கிறோம். പ്രത്യേകിച്ച് തിരുമേശയെ കുറിച്ചൊക്കെ പൗലോസ് പ്രാപിച്ച വെളിപ്പാട് ഉന്നതമാണ്. ஆமா, எபேசை குறித்து തിരുമേശ கர்த்தருடைய பந்தியை குறித்து அவன் வெளிப்பாடை குறித்து உன்னதமானது. ഹല്ലേലൂയ ഹല്ലേലൂയ. ഭയങ്കരമായ വെളിപ്പാടാണ് ലോർഡ്സ് സപ്പർ തിരുവത്താഴത്തെ കുറിച്ച് അദ്ദേഹം പ്രാപിച്ചത്. பயங்கரமான வெளிப்பாடுதான் கர்த்தருடைய பந்தியை குறித்து வெளிப்பாடை பவுல் பெற்றுக்கொண்டிருக்கிறார். അദ്ദേഹം പറഞ്ഞു, ഞാൻ കർത്താവികളിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തതെന്തെന്നാൽ, நான் கர்த்தரிடத்தில் பெற்றுக்கொண்டதை நான் உங்களுக்கு ஒப்புவித்திருக்கிறேன். നാം നുറുക്കുന്ന ഈ അപ്പം യേശുവിന്റെ രക്തത്തിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. நாம் உடைக்கப்பட்ட அப்பமானது கர்த்தருடைய சரீரமாக இருக்கிறது. നാം അനുഗ്രഹിക്കുന്ന ഈ പാനപാത്രം യേശുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാണ്. நாம் குடிக்கிறது திராட்சரசமானது இயேசுடைய இரத்தத்துக்கு ஐக்கியமாக இருக்கிறது. അപ്പം ഒന്നാകൊണ്ട് പലരാകുന്ന നാം ക്രിസ്തുവിൽ ഒന്നാകുന്നു. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ക്രിസ്തുവിൽ ഒന്നാകുന്നു. അപ്പം ஒன்றாய் இருக்கிறபடியால் பலராய் இருக்கிற நாம் கிறிஸ்துவில் ஒன்றாய் இருக்கிறோம். അപ്പൊ തിരുമേശയെ കുറിച്ച് പൗലോസ് പ്രാപിച്ച വെളിപ്പാട് ഭയങ്കര ഉന്നതമാണ്. கர்த்தருடைய பந்தியை குறித்து பவுல் பெற்றுக்கொண்ட வெளிப்பாடு அது மிகவும் உன்னதமானது. ഞാൻ ചിന്തിക്കുകയായിരുന്നു, എവിടുന്നാണ് അദ്ദേഹത്തിന് ഈ വെളിപ്പാടൊക്കെ കിട്ടിയത്? நான் நினைத்தேன், இந்த வெளிப்பாடெல்லாம் அவர் எங்கிருந்து அவர் பெற்றுக்கொண்டார். പ്രത്യേകിച്ച് അന്ത്യത്താഴ സമയത്ത് പൗലോസ് യേശുവിന്റെ ഒപ്പം ശിഷ്യന്മാർക്കൊപ്പം ഇല്ലായിരുന്നു. ஆனால் கடைசியில் அந்த கர்த்தருடைய பந்தி நேரத்திலே இயேசுவோடு பவுல் இல்லாதே அவன் இருந்தான். ആ സമയത്ത് അദ്ദേഹം ദൈവകൃപയിലേക്കൊന്നും വന്നിട്ടില്ല. அந்த நேரத்திலே பவுல் தேவனுடைய கிருபையிலே அவன் வரவில்லை. ദൈവസഭയെ മുച്ചൂടും മുടിക്കാൻ മതഭ്രാന്ത് മൂണ്ട് ഓടി നടക്കുന്ന കാലമാണ്. அவன் சபையை அழிப்பதற்காக மத வைராக்கியத்தோடு ஓடி நடக்கிற காலகட்டம் தான் பவுல். പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് തിരുവത്താഴത്തെ കുറിച്ചൊക്കെ ഈ വെളിപ്പാട് കിട്ടി? எப்படி இந்த கர்த்தருடைய பந்தியை குறித்து வெளிப்பாடு பவுலுக்கு கிடைத்தது? പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് നിത്യതയെ കുറിച്ചൊക്കെ ഈ വെളിപ്പാട് കിട്ടി? அந்த நித்தியத்தை குறித்த வெளிப்பாடு பவுலுக்கு எப்படி கிடைத்தது? ഞാൻ ആ ഭാഗം ഒന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, அந்த பகுதியெல்லாம் தேடின போது நான் ஒன்று புரிந்து கொண்டேன். ഈ വെളിപ്പാടെല്ലാം പൗലോസിന് കിട്ടിയത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ കർത്താവിൽ നിന്നും പ്രാപിച്ചതാണ്. அந்த வெளிப்பாடெல்லாம் தேடின போது அவர் சொல்லுகிறார், நான் கர்த்தரிடத்தில் நான் பெற்றுக்கொண்டேன். അപ്പൊ ഈ 1 കൊരിന്ത്യർ ലേഖനത്തിലെ പൗലോസിന്റെ വെളിപ്പാടൊക്കെ പൗലോസ് മനുഷ്യനിൽ നിന്നും പ്രാപിച്ചതല്ല, പുസ്തകത്തിൽ നിന്ന് പ്രാപിച്ചതല്ല, കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്. അവൻ 1 കൊരിന്ത്യർ വെളിപ്പാട് മനുഷ്യനിടത്തിൽ നിന്ന് പെറ്റുകൊണ്ടതല്ല, പുസ്തകങ്ങളിൽ പെറ്റുകൊണ്ടതല്ല, അവൻ കർത്തരിടത്തിൽ നിന്ന് പെറ്റുകൊണ്ടാൻ. ഇന്ന് രാത്രി പുസ്തകത്തിൽ നിന്നോ ചരിത്രത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ അല്ല, കർത്താവിൽ നിന്നും നേരിട്ട് പ്രാപിപ്പാൻ ആഗ്രഹമുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ആമ ഇന്ന് രാത്രി പുസ്തകത്തിലിരുന്ന് മനുഷ്യനിടത്തിൽ അല്ല, കർത്തരുടെ നേരിടിയായി പെറ്റുകൊള്ള എത്ര പേർ വാഞ്ചയായിരിக்கிறீர்கள்? അങ്ങനെയുള്ളവർ കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. அப்படிப்பட்ட கைகளை உயர்த்தி ஒரு ஹல்லேலூயா சொல்ல. ஹல்லேலூயா. ഞാനൊരു ദൂത് ഇന്ന് രാത്രി നിങ്ങളോട് പറയാം. ഇன்றைக்கு ഒരു ദൂത് ഞാൻ ഉങ്ങളെ பார்த்து சொல்லுகிறேன். കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, കർത്തരിടത്തിൽ നിന്ന് പെറ്റുകൊള്ള മനതുக்குள்ள ഒരു വാഞ്ചை இருக்குமானால், ഞാൻ പറയുന്നത് ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ சொல்லுகிறது மிகவும் கவனமாய் கேட்க வேண்டும். കർത്താവിൽ നിന്ന് നേരിട്ട് പ്രാപിക്കാൻ നിങ്ങളുടെ അകത്തൊരു ആഗ്രഹമുണ്ടെങ്കിൽ, കർത്തരിടത്തിൽ നേരടിയായി പെറ്റുകൊള്ള ഒരു ആശை ഉங்களுக்குள்ள இருக்குமானால், ആർക്കും വെളിപ്പെട്ടിട്ടില്ലാത്തത് ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. யாருக்கும் வெளிப்படாத காரியத்தை உங்களுக்கு ஆண்டவர் வெளிப்படுத்தி தருவார். ആ കരങ്ങൾ അടിച്ചാത്മാവിൽ നിന്ന് ബലപ്പെട്ടാട്ടെ. கையை
தட்டி ஆவியிலே கர்த்தரை துதியுங்கள். കൂടെ നടന്നവന് കിട്ടാത്തത്, ஆமென். கூட நடந்தவனுக்கு கிடைக்காதது, കൂടെ നിന്നവന് കിട്ടാത്തത്, கூட நின்றவனுக்கு கிடைக்காததை, കൂടെ ഇരുന്നവന് കിട്ടാത്തത്, கூட உட்கார்ந்தவனுக்கு கிடைக்காததை, കൂടെ പ്രവർത്തിച്ചവന് കിട്ടാത്തത്, கூட கிரியை செய்தவனுக்கு கிடைக்காததை പ്രാപിക്കാൻ ആഗ്രഹമുള്ളവന്റെ അകത്ത് പകരാൻ ദൈവത്തിന് കഴിയും. பெற்றுக்கொள்ள வாஞ்சை உள்ளவனுக்கு கர்த்தர் கொடுக்க வல்லமையுள்ளவராயிருக்கிறார். എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി പറയും എനിക്ക് ആഗ്രഹമുണ്ട്. எத்தனை தேவ பிள்ளை சொல்லுவீர்கள் எனக்கு ஆசை இருக்கிறது. മനുഷ്യനിൽ നിന്ന് പ്രാപിക്കാനല്ല, ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ. മനുഷ്യത്തിൽ നിന്ന് പെற்றுക്കൊള്ള അല്ല, ദൈവത്തിൽ നിന്ന് പെற்றுക്കൊള്ള. അങ്ങനെ പൗലോസ് ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് പ്രാപിച്ച ഉന്നതമായ ഒരുപാട് വെളിപ്പാടുകൾ ഈ 1 കൊരിന്ത്യർ ലേഖനത്തിലുണ്ട്. ആമേ. ക്രിസ്തുവിടത്ത് നേരടിയായി പെற்றுക്കൊണ്ട ഉന്നതமான വെളിപ്പാടുകൾ 1 കൊരിന്ത്യർ നിരുപത്തിലെ ഏരാളമായി ഇരിക്കുന്നത്. അതിൽ ഒരു വെളിപ്പാടാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. അതിൽ ഒരു വെളിപ്പാട് தான் இன்று ഒരുമിച്ച് നാം ധ്യാനം செய்ய போகிறோம். ആ വെളിപ്പാട് ഏതാണ്? அந்த வெளிப்பாடு எதுவாக இருக்கிறது? ക്രൂശിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. അത് സിലുവയെ കുറിച്ച വെളിപ്പാട്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. സിലുവയിൽ അറയപ്പെട്ട ക്രിസ്തുവെ പറ്റിയ വെളിപ്പാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൽ പൗലോസിന് ഉന്നതമായ ഒരു വെളിപ്പാട് കിട്ടുകയാണ്. 1-ാം അധികാരത്തിൽ പൗലുക്ക് ഉന്നതமான ഒരു വെളിപ്പാട് கிடைக்கிறது. ആ വെളിപ്പാട് ഏതാണ്? அந்த வெளிப்பாடு எதுவாக இருக்கிறது? ക്രൂശിനെ കുറിച്ചുള്ള വെളിപ്പാട്. സിലുവയെ കുറിച്ച ഒരു വെളിപ്പാട്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. സിലുവയിൽ അറയപ്പെട്ട ക്രിസ്തുവെ കുറിച്ച വെളിപ്പാട്. ക്രൂശിനെ കുറിച്ചും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചും വെളിപ്പാട് പ്രാപിച്ച പൗലോസ് സിലുവയെ കുറിച്ചും സിലുവയിൽ അറയപ്പെട്ട ക്രിസ്തുവെ കുറിച്ചും വെളിപ്പാട്. വാണിജ്യ നഗരമാകുന്ന കൊരിന്തിൽ നിന്നുകൊണ്ട് ഉറക്കെ പറയുകയാണ്. നല്ല വളർന്ന കൊരിന്ത്യ പട്ടണത്തെ பார்த்து സത്യമായി പൗൽ சொல்லுகிறார். അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉള്ള കൊരിന്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്. കലാചാരങ്ങളും வரலாற்று படைத்த கொரிந்து பட்டணத்தை பார்த்து பவுலடியார் சொல்லுகிறார். യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യൂദர்கள் അടയാളത്തെ തേടുகிறார்கள். യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഗ്രേക്കர்கள் ജ്ഞാനത്തെ തേടുகிறார்கள். പൗലോസ് പറഞ്ഞു ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പൗൽ சொல்லுகிறார் நாங்களோ சிலுவையில் அறையப்பட்ட கிறிஸ்துவை பிரசங்கிக்கிறோம். യഹൂദന്മാർക്ക് വേണ്ടിയത് അടയാളമാണ്, യൂദർക്ക് വേണ്ടിയത് അടയാളം. യവനന്മാർക്ക് വേണ്ടിയത് ജ്ഞാനമാണ്, ഗ്രേക്കർക്ക് വേണ്ടിയത് ജ്ഞാനം. എന്ന പൗലോസ് പ്രാപിച്ചത് ക്രിസ്തുവിനെയാണ്. ஆனால் பவுல் பெற்றுக்கொண்டது கிறிஸ்துவை. അടയാളങ്ങളെക്കാളും ജ്ഞാനങ്ങളെക്കാളും ഉന്നതമാണ് ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ അവനെ ഒന്ന് ആരാധിച്ച് അല്പ നിമിഷം. അടയാളങ്ങളെ பார்க்கிலும் ஞானத்தை பார்க்கிலும் உன்னதமான கிறிஸ்து என்று வெளிப்பாடு உள்ளவர்கள் நம்ம கையை தட்டி கர்த்தர் ஆவியிலே கர்த்தரை துதியுங்கள். അവൻ അടയാളങ്ങളെക്കാൾ ഉന്നതനാണ്. அவர்கள் அடையாளத்தை தேடுகிறார்கள். അവൻ ജ്ഞാനങ്ങളെക്കാൾ ഉന്നതനാണ്. അവർ ஞானத்தை தேடுகிறார்கள். അവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. அவர் இயேசு இந்த நடுவில் இருக்கிறார். യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, ஆமா, யூதர்கள் அடையாளத்தை கேட்கிறார்கள். യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, கிரேக்கர்கள் ஞானத்தை தேடுகிறார்கள். പൗലോസ് പറഞ്ഞു ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കും. പൗൽ சொல்லுகிறார் நாங்களோ சிலுவையில் அறையப்பட்ட கிறிஸ்துவை பிரசங்கிக்கிறோம். യഹൂദന്മാർക്ക് ജ്ഞാനവും യഹൂദന്മാർക്ക് അടയാളവും യവനന്മാർക്ക് ജ്ഞാനവും അന്വേഷിപ്പാനുള്ളപ്പോൾ പൗലോസിനെ പ്രസംഗിക്കാൻ ഒറ്റ ഒരാളേ ഉള്ളൂ, അത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു മാത്രം. யூதர்கள் அடையாளத்தை தேடும்போது, கிரேக்கர் ஞானத்தை தேடும்போது பவுல் ஒரே ஒரு விஷயம், சிலுவையில் அறையப்பட்ட கிறிஸ்துவை அவன் பிரசங்கிக்கிறான். ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യേ പ്രസംഗിക്കാൻ എനിക്ക് ഒരേ ഒരു വിഷയമേ ഉള്ളൂ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. உங்கள் நடுவிலே பிரசங்கிக்கிற ஒரே ஒரு விஷயம், சிலுவையில் அறையப்பட்ட கிறிஸ்து. ഇന്ന് രാത്രി എന്റെ പ്രസംഗത്തിന് നിങ്ങളുടെ അനുവാദത്തോടെ ഞാനൊരു തലക്കെട്ട് കൊടുക്കുകയാണ്. ஆமை, உங்களுடைய அனுமதியோடு பிரசங்க ஒரு தலைப்பை நான் கொடுக்கிறேன். ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, சிலுவையில் அறையப்பட்ட கிறிஸ்து. എല്ലാവരും ഉറക്കെന്ന് പറഞ്ഞേ, எல்லாரும் சத்தமாய் சொல்லலாமா? சிலுவையில் அறையப்பட்ட கிறிஸ்து. ഇന്ന് രാത്രി നാം ഇവിടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്താൻ പോകുകയാണ്. இன்றைக்கு சிலுவையில் அறையப்பட்ட இயேசுவை உயர்த்த போகிறோம். ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തിയാൽ എന്താ സംഭവിക്കുന്നത്? சிலுவையில் அறையப்பட்ட இயேசுவை உயர்த்தப்படும் போது என்ன சம்பவிக்கிறது? ദേശത്ത് ശത്രു കെട്ടിയ കോട്ടകൾ ഇടിയും. தேசத்தில் சாத்தான் கட்டின கோட்டைகள் அது உடைகிறது. ഹല്ലേലൂയ, ஹல்லேலூயா. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി? விசுவாசி எத்தனையோ தேவ பிள்ளைகள். ആമേൻ. ஆமென்.
ഈ ദേശം എന്റേതാന്ന് വാദിക്കുന്ന, இந்த தேசம் என்னுடையது என்று வாதிக்கிற, ഈ ഇവിടെയുള്ള കുടുംബങ്ങൾ എന്റേതാന്ന് വാദിക്കുന്ന, இங்க இருக்கிற குடும்பங்கள் என்னுடையது என்று வாதிக்கிற, ഇവിടെയുള്ള ആളുകൾ എനിക്കുള്ളതാന്ന് വാദിക്കുന്ന, இங்க இருக்கிற ஜனங்கள் என்னுடையது என்று வாதிக்கிற അന്ധകാര ശക്തികളുണ്ട്, அந்தகார வல்லமை இருக்கிறது, ദേശത്തിന്റെ ആധിപത്യങ്ങളുണ്ട്. தேசத்துடைய ஆளுகை இருக்கிறது. എന്നാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഉയർത്തപ്പെട്ടു. ஆனால் சிலுவையில் அறையப்பட்ட இயேசு உயர்த்தப்பட்டார். ആ ആധിപത്യങ്ങൾ തകരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കും. அப்படி அதிகாரங்கள் உடையும் என்று நம்புகிற தேவ பிள்ளைகள் கரங்களை தட்டி ஆண்டவரை துதியுங்கள். ഇന്ന് രാത്രി ഇവിടെ ഒരു മനുഷ്യനല്ല ഉയർത്തപ്പെടാൻ പോകുന്നത്. இன்று ராத்திரி ஒரு மனிதனல்ல உயர்த்தப்படுகிறது. ഇന്ന് രാത്രി ഇവിടെ ഒരു മത നേതാവല്ല ഉയർത്തപ്പെടാൻ പോകുന്നത്. இன்று ராத்திரி மத தலைவரல்ல உயர்த்தப்படுகிறது. ഇന്ന് രാത്രി ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവല്ല ഉയർത്തപ്പെടാൻ പോകുന്നത്. இன்று ராத்திரி ஒரு அரசியல் தலைவரல்ல உயர்த்தப்படுகிறது. ഇന്ന് രാത്രി ഇവിടെ ഒരു കായിക താരമല്ല കലാതാരമല്ല ഉയർത്തപ്പെടാൻ പോകുന്നത്. இன்று ராத்திரி ஒரு கதாநாயகனல்ல உயர்த்தப்படுகிறது. ഇന്ന് രാത്രി ഇവിടെ ഉയർത്തപ്പെടുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. இன்று ராத்திரி உயர்த்தப்படுகிறது சிலுவையில் அறையப்பட்ட இயேசு. പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിയുന്ന രാത്രിയായത്. பாவத்துடைய கட்டுகள் அழிகிற இரவாயிருக்கிறது. ശാപത്തിന്റെ കെട്ടുകൾ അഴിയുന്ന രാത്രിയായത്. சாபத்துடைய கட்டில் உடைகிற இரவாயிருக்கிறது. മരണത്തിന്റെ കെട്ടുകൾ അഴിയുന്ന രാത്രിയായത്. மரணத்தின் கட்டுகளை அவிழ்க்கப்படுகிற இரவாயிருக்கிறது. കാരണം ഇവിടെ உயர்த்தപ്പെടുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. ஆமா, இன்று உயர்த்தப்படி சிலுவையில் அறையப்பட்ட இயேசு உயர்த்தப்படுகிறார். ഞാനോ ഉയർത്തപ്പെട്ടാൽ, நானோ உயர்த்தப்பட்டால் എങ്കിലേക്ക് അനേകർ ആകർഷിക്കപ്പെടും. என்னிடத்தில் அநேகர் கடந்து வருவார்கள். ആമേൻ. ஆமென். മരുഭൂമിയിൽ ഒരിക്കൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി. வனாந்தரத்தில் ஒரு தடவை மோசே வெண்கல சர்ப்பத்தை உயர்த்தினான். എന്തിനാണ് ഉയർത്തിയത്? எதற்காக உயர்த்தினான்? അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റു മരിക്കാതിരിക്കാൻ. அந்த கொள்ளிவாய் சர்ப்பத்துடைய கடித்து சாகாமல் இருப்பதற்காக. ജനം കൂട്ടമായി അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റു മരിക്കുമ്പോൾ ஜனங்கள் கூட்டமாய் கொள்ளிவாயுடைய சர்ப்பத்துடைய கடியேற்று மரிக்கின்ற பொழுது മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയിട്ട് പറഞ്ഞു, மோசே வெண்கல சர்ப்பத்தை உயர்த்தி மோசே சொன்னார், ഇതിലേക്ക് നോക്കുന്നവൻ അഗ്നിസർപ്പത്തിന്റെ കടിയേൽക്കാതെ ഇരിക്കും. அதை நோக்கி பார்க்கிறவர்கள் கொள்ளிவாய் சர்ப்பம் கடிக்கப்படாமல் பாதுகாக்கப்படுவார். ആ ഉയർത്തപ്പെട്ട അഗ്നിസർപ്പം ഏതിന് നിഴലാണ്? அந்த உயர்த்தப்பட்ட வெண்கல சர்ப்பம் எதற்கு நிழலாயிருக்கிறது? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ നിഴലാണ്. அது சிலுவையில் அறையப்பட்ட கிறிஸ்துவின் நிழலாயிருக்கிறது. ഇന്ന് രാത്രി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിടെ ഉയർത്തിയോ, இன்று சிலுவையில் அறையப்பட்ட இயேசு உயர்த்தப்பட்டால் പാപത്തിന്റെ കടിയേറ്റ് അനേകർ തകരാതെ ഇരിക്കും. பாவத்துடைய கடிபட்டு அநேகர் உடைக்கப்படாமல் இருப்பார்கள். അതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രി ഉയർത്തുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ. ஆகவே இன்றைக்கு உயர்த்தப்படுகிறது சிலுவையில் அறையப்பட்ட இயேசு. நாங்களோ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. சிலுவையில் அறையப்பட்ட இயேசுவை பிரசங்கிக்கிறோம். ദൈവമക്കളെല്ലാം ഉറക്കെ എന്ന് പറഞ്ഞു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. தேவனுடைய பிள்ளை எல்லாம் சத்தமாய் சொல்லலாமா? நாங்களோ சிலுவையில் அறையப்பட்ட கிறிஸ்துவை பிரசங்கிக்கிறோம். ആമേൻ. ஆமென். ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ഭാഷകളിൽ, മാധ്യമങ്ങളിൽ, പ്രഭാഷകരിലൂടെ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉന്നതമായൊരു വിഷയമാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. உலகத்திலே எல்லா இடங்களிலும் அதிகமாய் பிரசங்கிக்கிற ஒரே ஒரு காரியம் சிலுவையில் அறையப்பட்ட கிறிஸ்து. ഇവിടെ ഒരുപാട് മഹാന്മാരും മഹാസാമ്രാട്ടുക്കളും മഹാരാജാക്കന്മാരും ഒക്കെ വന്നിട്ടുണ്ട്. ஆமா, இங்கே அநேக தலைவர்களும் மகாராஜாக்களும் உன்னதமான வந்து போனார்கள். അവരെല്ലാം മാഞ്ഞുപോയി. அவரெல்லாம் மறைந்து போனார்கள். അവരുടെ അണികളെല്ലാം മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. அப்படியெல்லாம் கட்சிகள் அணிகள் எல்லாம் மறைந்து போய் கொண்டிருக்கிறது. ഹല്ലേലൂയ. ஹல்லேலூயா. എന്നാൽ ലോകത്തിൽ ഇന്ന് ഏറ്റവും അധികം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ക്രൂശിക്കപ്പെട്ട. ஆனா இன்றைக்கு உலகத்தில் அதிகமாய் பிரசங்கம் பண்ணப்படுற ஒரே ஒரு விஷயம் சிலுவையில் அறையப்பட்ட கிறிஸ்துவை. ഇന്ന് ഇവിടെ ഈ യോഗം നടക്കുമ്പോൾ, இங்கே இந்த கூட்டம் நடக்கின்ற பொழுது, ഈ തമിഴ്നാട് സ്റ്റേറ്റിന്റെ എത്രയോ ഇടങ്ങൾ ഇന്ന് ഇത്തരത്തിലുള്ള യോഗം നടക്കുന്നു. ஆமே, தமிழ்நாட்டு மாநிலத்திலே எத்தனை இப்படிப்பட்ட கூட்டம் நடந்து கொண்டிருக்கிறது. കേരളത്തിൽ എത്രയോ ഇടത്ത് ഇത്തരത്തിൽ യോഗം നടക്കുന്നു. ஆமே, கேரளாவில் அநேக பகுதிகளிலே ஆமே கூட்டங்கள் நடந்து கொண்டிருக்கிறது. ലോകത്തിന്റെ എത്രയോ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള യോഗങ്ങൾ നടക്കുന്നു. உலகத்தில் பல பகுதிகளிலே இப்படிப்பட்ட கூட்டங்கள் நடந்து கொண்டே இருக்கிறது. അവിടെയെല്ലാം ഉയർത്തപ്പെടുന്ന ഒരേ ഒരു വിഷയം, உயர்த்தப்படுகிற ஒரே ஒரு விஷயம், അത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. அது சிலுவையில் அறையப்பட்ட கிறிஸ்து. കൈകുളം അടിച്ച് കർത്താവിനെ ആരാധിച്ച്, கைகளை தட்டி கர்த்தரை
கர்த்தரை ஆராதியுங்கள். ഹല്ലേലൂയ. ஹalleluya. എത്ര നൂറ്റാണ്ടുകളായി പ്രസംഗിക്കപ്പെടുന്നു, எத்தனை நூற்றாண்டுகளாய் பிரசங்கிக்கப்படுகிறார்கள். ഇന്നും അതിന്റെ ശക്തി കുറഞ്ഞിട്ടില്ല. இன்னும் அது வல்லமை குறைந்து போகவில்லை. ഹല്ലേലൂയ. ஹalleluya. ജനകോടികളുടെ പാപത്തിന്റെ കെട്ടടിച്ച്, ஜனக்கூடிய பாவத்துடைய கட்டுகளை அவிழ்க்க, ജനകോടികളെ നരകത്തിൽ നിന്ന് വലിച്ചെടുത്ത് ஜனக்கூடிய நரகத்தில் இருந்து அவனை பிடித்து இழுத்துக் கொள்வதற்கு ക്രൂശിക്കപ്പെട്ടവന്റെ സന്ദേശം ഇന്നും ലോകത്ത് ഉയരുകയാണ്. அவன் சிலுவையில் அறையப்பட்ட கிறிஸ்துவின் நற்செய்தி இன்றும் உலகத்தில் உயர்ந்து கொண்டே இருக்கிறது. ഹല്ലേലൂയ. ஹalleluya. എന്തുകൊണ്ട് നമ്മൾ ലോകത്തോട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? ஏன் உலகத்திலே அவன் சிலுவையில் அறையப்பட்ட இயேசுவை ஏன் பிரசங்கிக்கிறோம்? ബൈബിളിൽ എത്ര പ്രഗത്ഭരായ ആളുകളുണ്ട്. பைபிள்ல எவ்வளவு பிரபலமான ஆட்கள் இருக்கிறார்கள். ലോകം കണ്ട ഏറ്റവും വലിയൊരു നേതാവാണ് മോശ. அவன் உலகத்தில் கண்ட மிக உன்னதமான தலைவர் மோசே. ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകനാണ് യെശയ്യാവ്. உலகத்தில் ഏറ്റവും பெரிய தீர்க்கதரிசி ஏசாயா. ലോകം കണ്ട ഏറ്റവും വലിയ മ്യൂസിഷ്യനാണ് ദാവീദ്. அவன் உலகத்தில் கண்ட பெரிய ராஜா தாவீது. ലോകം കണ്ട ഏറ്റവും വലിയ അപ്പോസ്തലനാണ് പൗലോസ്. உலகம் கண்ட பெரிய அப்போஸ்தலன் பவுல். അങ്ങനെ എത്ര അതികായകന്മാർ ബൈബിളിലുണ്ട്. எத்தனை பெரிய பெரிய கதாநாயகர்கள் பைபிளுக்குள் இருக்கிறார்கள். അരിസ്റ്റോട്ടലിനെ പോലെ, പ്ലേറ്റോയെ പോലെ, സോക്രട്ടീസിനെ പോലെയുള്ള ഉന്നതരായ തത്വചിന്തകർ ലോകത്തിലുണ്ടായിരുന്നു. எத்தனை அரிஸ்டாட்டில் போல, சாக்ரடீஸ் போல எத்தனை ஞானிகள் இருந்திருக்கிறார்கள். അവരൊക്കെ ചരിത്രത്തിൽ ഇന്നും ഒരു വിളക്ക് പോലെ കത്തി നിൽക്കും. அவர்கள் சரித்திரம் ஒரு விளக்கு போல எரிந்து பிரகாசித்துக் கொண்டிருக்கிறார்கள். എന്തുകൊണ്ട് അവരെല്ലാം മാറ്റി നമ്മൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ലോകത്തോട് പ്രസംഗിക്കുന്നു? ஆனால் அவரையெல்லாம் மாற்றி ஏன் சாமி உலகத்தில் அவன் சிலுவையில் அறையப்பட்ட இயேசுவை ஏன் பிரசங்கிக்கிறோம்? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നമ്മൾ ലോകത്തോട് പ്രസംഗിക്കുന്നതിന്റെ പിന്നിൽ ചില കാരണങ്ങൾ ഞാനെന്ന് പറയാം. சிலுவையில் அறையப்பட்ட இயேசுவை அவன் பிரசங்கிக்கிறதுக்கு அது பின்னாலே अनेक காரணங்கள் இருக்கிறது. യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ നിവർത്തിയായ ഒരു 13 കാര്യം, ഒരു ഡസനിലധികം കാര്യം ഞാൻ വിശദീകരിക്കാതെ ഒറ്റ ശ്വാസത്തിൽ എന്ന് പറയാം. அவன் இயேசுவின் சிலுவையினாலே நடந்த 13 காரியங்களை ஒரே நிமிஷத்தில் சொல்ல போகிறேன். അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് നമ്മൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. அவ ஒன்று கூட புரிந்து கொள்ளலாம் ஏன் சிலுவையில் அறையப்பட்ட இயேசுவை ஏன் பிரசங்கிக்கிறோம். ഒരുപാട് വമ്പന്മാർ, ഉന്നതന്മാര് മരിച്ചിട്ടുണ്ട്. அநேக பிரபலமானவர்கள் மரித்திருக்கின்றார்கள். ഹല്ലേലൂയ. ஹalleluya. ഒരുപാട് ഭരണാധികാരികൾ മരിച്ചിട്ടുണ്ട്. அநேக அதிகாரிகள் மரித்திருக்கிறார்கள். ഒരുപാട് പ്രശസ്തരായ ആളുകൾ മരിച്ചിട്ടുണ്ട്. அநேக பிரபலமானவர்கள் மரித்திருக்கிறார்கள். അത് ബൈബിളിനകത്തും പുറത്തും മരിച്ചിട്ടുണ്ട്. அது பைபிளுக்கு உள்ளேயும் வெளியேயும் மரித்திருக்கிறார்கள். എന്നാൽ അവരുടെ മരണം കൊണ്ട് നിവർത്തിയാകാത്ത 13 കാര്യങ്ങൾ യേശുവിന്റെ മരണത്തിലൂടെ, ക്രൂശ് മരണത്തിലൂടെ നിവർത്തിയായി. அவர்களை கொண்டு நிறைவேறாத 13 காரியங்கள் இயேசுவின் சிலுவை மரணத்தினாலே 13 காரியங்கள் நிறைவேற்றப்பட்டன. ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞു. சத்தம் ஒரு அல்லேலூயா சொல்லலாமா? ശബ്ദം ഉയർത്തി ഒന്നുകൂടെ. சத்தம் உயர்த்தி ஒன்று கூட ഹല്ലേലൂയ. ஹalleluya. ஒன்று ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചുള്ള എല്ലാ തിരുവെഴുത്തുകളും അവിടുത്തെ ക്രൂശ് മരണത്തിലൂടെ നിവർത്തിയായി. ஒன்று கிறிஸ்துவுடைய பாடுகளை குறித்து சிலுவை மரணத்தின் மூலமாய் அது நிறைவேறினது. രണ്ട്, ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ സാത്താൻ സമ്പൂർണമായി പരാജയപ്പെട്ടു. രണ്ട്, கிறிஸ்துவுடைய சிலுவை மரணத்தினாலே சாத்தானுடைய கிரியை சம்பூர்ணமாய் அழிக்கப்பட்டது. സാത്താൻ ജയിച്ചവനല്ല, സാത്താൻ തോറ്റവനാണ്. சாத்தான் ஜெயித்தவன் அல்ல, அவன் தோற்கடிக்கப்பட்டவன். ഇന്ന് രാത്രി പിശാചിനെ ഭയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവ് നിന്നെ ഉറപ്പിക്കുന്നു, നീ ഭയപ്പെടുന്ന പിശാച് തോറ്റവനല്ല, നീ ഭയപ്പെടുന്ന പിശാച് ജയിച്ചവനല്ല, നീ ഭയപ്പെടുന്ന പിശാച് തോറ്റവനാണ്. யாராவது பிசாசை கண்டு பயப்படுற ஆட்கள் இருப்பீர்களானால் நீங்க பயப்படுற சாத்தான் ஜெயித்தவன் அல்ல, அவன் தோற்று போனவன். ഹല്ലേലൂയ. ഹല്ലേലൂയ. 3, യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ യഹൂദനും പുറംജാതിക്കും ഇടയിലുള്ള വേർപാടിന്റെ നടിച്ചുവർ അവിടെ ഇടിച്ചു കളഞ്ഞു. ആമേൻ. മൂന്നാമதாக இயேசுவின் சிலுவை மரணத்தினாலே புறஜாதிகள் யூதருடைய நடுச்சுவராயிருந்த நடுச்சுவரை தேவன் உடைத்து மாற்றினார். 4, യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് പിതാവിങ്കലേക്ക് പ്രവേശനം ലഭിച്ചു. நான்காவதாக சிலுவை மரணத்தின் மூலமாக தைரியமாய் பிதாவிடத்தில் சேரும் ஸ்லாக்கியத்தை கர்த்தர் தந்தார். 5, യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ മരണത്തിന്റെ കർത്തൃത്വത്തെ അവിടുന്ന് അവസാനിപ്പിച്ചു. 5ாவதாக இயேசுவின் சிலுவை மரணத்தினாலே மரணத்தின் அதிகாரத்தை சாத்தானை கர்த்தர் உடைத்தார். 6, യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ മരണത്തിന്റെ ഭീതി
ഭീതി അവിടുന്ന് മാറ്റി. ஆறாவது சிலுவை மரணத்தினாலே ஆமை மரண பயத்தை ஆண்டவர் மாற்றினார். അതുകൊണ്ടാ പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തു, മരിക്കുന്നുവെങ്കിൽ എനിക്ക് ലാഭം. ஆமை அதான் பவுல் சொன்னார், கிறிஸ்து எனக்கு ஜீவன், சாவு எனக்கு ஆதாயம். യേശുവിന്റെ ക്രൂസ് മരണത്താൽ യേശു തികഞ്ഞവനായി. ஆமை 7 இயேசுவின் சிலுவை மரணத்தினாலே ஆண்டவர் പൂർണ്ണനാനാർ. 8 യേശുവിന്റെ ക്രൂസ് മരണത്തിലൂടെ സകല പാപത്തിനും അവിടുന്ന് പരിഹാരം വരുത്തി. ஆமை 8 ஆமை சிலுவை மரணத்தினாலே சகல பாவ மன்னிப்பாகிய மீட்பை கர்த்தர் உண்டு பண்ணினார். 9 യേശുവിന്റെ ക്രൂസ് മരണത്തിലൂടെ മനുഷ്യനും ദൈവവും തമ്മിൽ നിരപ്പുണ്ടാക്കി. ஆமை 9 இயேசுவின் சிலுவை மரணத்தினாலே மனுஷனும் ஆண்டவரும் ஒன்றாக ஒப்புரவாக்கப்பட்டார்கள். 10 യേശുവിന്റെ ക്രൂസ് മരണത്തിലൂടെ എല്ലാവർക്കും വേണ്ടിയുള്ള മരണശിക്ഷ ക്രിസ്തു അനുഭവിച്ചു. ஆமென். 10 ஆமை சிலுவை மரணத்தினாலே எல்லாருக்காக ஆமை மரணத்தை ஆண்டவர் தண்டனை ஏற்றுக்கொண்டார். 11 യേശുവിന്റെ ക്രൂസ് മരണത്തിലൂടെ മനുഷ്യവർഗത്തെ വിലയ്ക്ക് വാങ്ങി അവിടുന്ന് വിടുവിച്ചു. 11ാவதாக இயேசுவின் சிலுவை மரணத்தினாக ஆண்டு இரத்தத்தின மனிதனை விலைக்கிரயம் கொடுத்து வாங்கினார். 12 യേശുവിന്റെ ക്രൂസ് മരണത്തിലൂടെ മഹാദൈവത്തിന്റെ നീതി നിറവേറ്റപ്പെട്ടു. ஆமென். 12 ஆமை கிறிஸ்து மரணத்தின் மூலமாக இயேசு கிறிஸ்துவின் நீதி வெளிப்பட்டது. 12 യേശുവിന്റെ ക്രൂസ് മരണത്തിലൂടെ പഴയ പ്രമാണം മായിച്ച് പുതിയ നിയമത്തെ അവിടുന്ന് ഉറപ്പിച്ചു. ஆமென். 12 ஆமை கர்த்தருடைய சிலுவை மரணத்தினாலே பழைய பிரமாணங்களை மாற்றி ஒரு புதிய பிரமாணத்தை ஆண்டவர் நமக்கு நியமித்தார். ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. நாங்களோ சிலுவையில் அறையப்பட்ட கிறிஸ்துவை பிரசங்கிக்கிறோம். എന്തുകൊണ്ട് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? ஏன் சிலுவையில் அறையப்பட்ட கிறிஸ்துவை பிரசங்கிக்கிறோம்? ലോകത്തെ സ്വാധീനിച്ച ഉന്നതന്മാരെല്ലാം മരിച്ചു. உலகத்திலே ஆண்டவர்கள் உன்னதர்கள் மரித்து போனார்கள். ആമേൻ. ஆமென். സീസറും സോളമനും അലക്സാണ്ടറും ബെൽസസറും ഒക്കെ മരിച്ചു. സീസറിലും സാലമനും അലക്സാണ്ടറും മരിച്ചു പോனார்கள். അവരൊക്കെ മരണം കൊണ്ട് അസ്തമിച്ചു. അവരെല്ലാം മരണത്തിനാലെ வாழ்க்கை முடிவடைந்தது. അവരുടെ കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുകയാണ്. അവരുടെ കല്ലറകളും ഇന്നേക്കും മൂടി കിടക്കുന്നത്. എന്നാൽ മരിച്ചുവെങ്കിലും, ஆனால் മരിച്ചാലും മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്ന ഒരേ ഒരുവൻ, മരിച്ചും ആമേ ഉയർച്ചും ജീവിക്കുന്ന ഒരേ ഒരു ദൈവം, അത് യേശു ക്രിസ്തു മാത്രം. അത് യേശു ക്രിസ്തു மட்டுமே. കരമടിച്ചവനെ ഒന്ന് ആരാധിച്ച് കയ്യെ തട്ടി അവർക്ക് മഹിമ സെലുത്തലാമാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മരണം കൊണ്ട് അവസാനിച്ചവനെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. മരണത്തെ കൊണ്ട് മുടിവടൈந்தവരല്ല നാം ആരാധിക്കുന്നത്. മരണത്തെ ജയിച്ചവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മരണത്തെ ജയിച്ചവരെ നാം ആരാധിக்கிறோம். ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് രാത്രി നാം നടുവിൽ ഇരിக்கிறார். പാതാളത്തെ ജയിച്ചവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. പാതാളത്തെ ജയിച്ചവർ നാം നടുവിൽ ഇരിக்கிறோம். മരണത്തെ ജയിച്ചവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. മരണത്തെ ജയിച്ചവർ നാം നടുവിൽ ഇരിக்கிறோம். മരണത്തിന്റെ വിഷമുള്ള ഒടിച്ചവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. മരണത്തെ വിഷത്തെ ജയിച്ചവർ അവൻ നാം നടുവിൽ ഇരിக்கிறோம். മരണമേ നിന്റെ ജയം എവിടെയെന്ന് ചോദിച്ചവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. മരണമേ അവൻ കൂറങ്ക കേട്ടവർ ഇന്ന് നാം നടുവിൽ ഇരിக்கிறோம். അവനാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. അവരോട് സിലുവയിൽ അറിയപ്പെട്ട ക്രിസ്തു. അവനെയാണ് നമ്മൾ ഉയർത്തുന്നത്. അവരെ ഇതാ നാം ഉയർത്തിക്കൊണ്ടിരിக்கிறோம். എന്തുകൊണ്ട് നമ്മൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? ഏൻ സിലുവയിൽ അറിയപ്പെട്ട ക്രിസ്തുവൈ പ്രസംഗിக்கிறோம்? ബൈബിൾ പറയുന്നു, ബൈബിൾ சொல்லுகிறது, മറ്റൊരുത്തനിലും രക്ഷയില്ല, വേറെ ഒരുവരാലും രക്ഷിപ്പ് ഇല്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ആമേ. നാം രക്ഷിക്കപ്പെടുവதற்கு വാനത്തിനും കീഴേ മനുഷ്യർക്ക് ഉള്ളേ യേശുവിൻ നാമമില്ലാமல் രക്ഷിപ്പ് ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നത്? എതിനാണ് യേശുവെ പ്രസംഗിக்கிறோம்? അവൻ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയത് കൊണ്ടല്ല, അവൻ കുഷ്ഠരോഗിയെ സുഖമാക്കിയതിനാലേ അല്ല, മുടന്തനെ സൗഖ്യമാക്കിയത് കൊണ്ടല്ല, അവൻ ചപ്പാണിയെ സുഖമാക്കിയതിനാലേ അല്ല, അവൻ അന്ധന് കാഴ്ച കൊടുത്തത് കൊണ്ടല്ല, അവൻ കുരുടനുക്ക് പാർവൈ കൊടുത്തതിനാലേ അല്ല, അവൻ വിധവയുടെ മകനെ ഉയർപ്പിച്ചത് കൊണ്ടല്ല, അവൻ മരിച്ചവനെ ഉയരോടെ എഴുപ്പിച്ചതിനാലേ
எழுப்பினதினால் அல்ல, അവൻ ലാസറിനെ ഉയർപ്പിച്ചത് കൊണ്ടല്ല, அவன் ലാസറை ഉയിരോട് எழுப்பினதாலே அல்ல, അവൻ അഞ്ചപ്പം കരത്തിലെടുത്ത് പ്രാർത്ഥിച്ച് ആയിരങ്ങളുടെ വിശപ്പ് മാറ്റിയത് കൊണ്ടല്ല, അഞ്ചപ്പം എടുത്ത് കയ്യിലെ വാഴ്ത്തി അവൻ പസിയെ മാറ്റിനപടിനാലേ അല്ല. എന്തുകൊണ്ട് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? ஏன் எதனால சிலுவையில் அறையப்பட்ட இயேசுவை பிரசங்கிக்கிறோம்? ഒരുത്തടിലും രക്ഷയില്ല, வேற ஒருவராலும் ரட்சிப்பு இல்லை. ലോകം രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, உலகம் ரட்சிக்கப்பட ஒரே ஒரு வழி இருக்கிறது, യേശു ക്രിസ്തു മാത്രം. இயேசு கிறிஸ்து மட்டுமே രക്ഷയ്ക്കൊരേ ഒരു വഴി, ரட்சிப்புக்கு ஒரே ஒரு வழி, രക്ഷയ്ക്കൊരേ ഒരു മാർഗം, ரட்சிப்புக்கு ஒரே ஒரு மார்க்கம், രക്ഷയ്ക്കൊരേ ഒരു വ്യക്തി, ரட்சிப்புக்கு ஒரே ஒரு நபர், ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. சிலுவையில் அறையப்பட்ட கிறிஸ்து. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. கைகளை உயர்த்தி ஆண்டவரை மகிமைப்படுத்தலாமா? ഗ്ലോറി, ഹല്ലേലൂയ. ஆமென். கர்த்தருக்கு மகிமை. ഹല്ലേലൂയ, ஹalleluya, ഹല്ലേലൂയ. ஹalleluya. അപ്പൊ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇന്ന് രാത്രി ഞാനിവിടെ വിളംബരം ചെയ്യുന്നത്. ஆமென். சிலுவையில் அறையப்பட்ட கிறிஸ்துவை தான் விலையேற பெற்றது நான் இன்றைக்கு பகிர்ந்து கொண்டிருக்கின்றேன். ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന മനോഹരമായ മാധുര്യമായ ഒരു വിഷയം ഇന്ന് രാത്രി ഞാനിവിടെ ഉയർത്തുമ്പോൾ, ஆமென், சிலுவையில் அறையப்பட்ட விஷயத்தை ஒரு அழகான ஒரு விலையேறப்பட்ட உயர்த்தப்படுகின்ற பொழுது, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിക്കുമ്പോൾ, சிலுவையில் அறையப்பட்ட கிறிஸ்துவை உங்களுக்கு முன்பதாக வரைந்து காண்பிக்கப்படுகின்ற பொழுது നിങ്ങൾ ഉറങ്ങരുത്, நீங்கள் தூக்க கூடாது. 6 മണിക്കൂർ കാർ ഓടിച്ചാ ഞാൻ വന്നേ, நான் 6 மணிக்கூர் வாகனம் ஓட்டி வந்திருக்கிறேன். ആമേൻ. ஆமென். നിങ്ങൾ ഉണർന്നിരിക്കണം, நீங்கள் உணர்ந்து இருக்க வேண்டும். ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഞാനിവിടെ ഉയർത്തുമ്പോൾ, சிலுவையில் அறையப்பட்ட இயேசுவை நான் உயர்த்தப்படுகின்ற பொழுது 2 പ്രധാന കാര്യങ്ങളാണ് എനിക്കിവിടെ ഓർപ്പിക്കാനുള്ളത്. 2 முக்கியமான காரியங்களை நினைப்பூட்ட நான் ஆசைப்படுகிறேன். ഒന്ന്, എന്താണ് ക്രൂശ് മരണം? ஒன்று, ஆமென், சிலுவை மரணம் என்றால் என்ன? 2, എന്തിനാണ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത്? 2, எதற்காக சிலுவையிலே இயேசுவை அறைந்தார்கள்? ഈ 2 കാര്യം ഞാൻ പറഞ്ഞെങ്കിൽ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന വിഷയം എനിക്ക് ഏറെക്കുറെ പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ. இந்த 2 காரியம் சொன்னால்தான் சிலுவையில் அறையப்பட்ட கிறிஸ்துவை அந்த செய்தியை பூரணமாக சொல்ல முடியும். നമ്പർ 1, എന്താണ് ക്രൂശ് മരണം? 1, சிலுவை மரணம் என்றால் என்ன? നമ്പർ 2, എന്തിനാണ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത്? இரண்டாவதாக சிலுவையிலே ஆண்டவர் ஏன் மரித்தார்? എന്താണ് ക്രൂശ് മരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ മറുപടി ഉണ്ടെന്ന് എനിക്കറിയാം. என சிலுவை மரணம் என்றால் என்று கேட்டால் உங்களுக்கு நிறைய பதில் உங்களுக்குள்ளே வரும். കാരണം ഈ ടെന്റിനകത്തിരിക്കുന്നവരെല്ലാം ഒരു 100% വിശ്വാസികളാണ്. காரணம் அமை கூடால் இருக்கிற 100% பிள்ளைகள் விசுவாசிகள். നിങ്ങൾ ക്രൂശ് മരണത്തെ കുറിച്ചൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. நீங்கள் சிலுவை மரணத்தை குறித்து ஏராளமாய் கேட்டிருக்கின்றீர்கள். ക്രൂശ് മരണത്തെ കുറിച്ചൊക്കെ എന്നേക്കാൾ നന്നായി പ്രസംഗിക്കുന്ന പാസ്റ്റേഴ്സ് എൻ്റെ പുറകിലുണ്ട്. அமை சிலுவை மரணத்தை குறித்து என்னை விட பிரசங்கிக்கிற பாஸ்டர்ஸ் பின்னால் இருக்கிறார்கள். അപ്പൊ ഈ ടെന്റിനകത്ത് ഇരിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ക്രൂശ് മരണമെന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ஆமா, இங்கே கூடால் இருக்கிற எல்லா தேவ பிள்ளைகளுக்கும் சிலுவை மரணத்தை குறித்து வியாக்கியானம் பண்ண தேவையில்லை. പുറത്തന്നെ ശ്രദ്ധിക്കുന്ന ചില കാതുകളുള്ളത് കൊണ്ട് അവരൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒറ്റ വാക്കിൽ പറയാം, എന്താണ് ക്രൂശ് മരണം. ஆமை, வெளியே கவனிக்கிற பிள்ளைகளுக்கு சிலுவை மரணத்தை குறித்து ஒரே வார்த்தையில் நான் சொல்ல ஆசைப்படுகிறேன். മനുഷ്യർ വികലമായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒന്നാണ് ക്രൂശ് മരണം. மனிதன் அதிகமாய் வியாக்கியானம் செய்கிறது தான் சிலுவை மரணம். ക്രൂശീകരണത്തെ കുറിച്ച് ഇന്ന് തെറ്റായ അനേകരെ ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്. ஆனால் சிலுவை மரணத்துக்கு தவறான காரியங்களை அநேகர் கற்றுக் கொடுக்கிறார். അങ്ങനെയുള്ളവർക്ക് ഒരു മറുപടി കൂടിയാണ് എന്താണ് ക്രൂശീകരണം എന്ന ചോദ്യത്തിന് ഞാൻ പറയുന്ന ഉത്തരം. அப்படிப்பட்ட ஒரு பதில் தான் இந்த சிலுவை மரணத்துடன் சொல்ல விரும்புகிறேன். ഭീകരമായ കുറ്റം ചെയ്യുന്ന കുറ്റവാളിക്ക് കൊടുക്കുന്ന മാരകമായ ശിക്ഷയാണ് ക്രൂശ് മരണം. ஆமை, கொடூரமான குற்றவாளி கொடுக்கிற தண்டனை தான் சிலுவை மரணம். മനസ്സിലായോ? புரிந்து கொண்டீர்களா? ഹല്ലേലൂയ. ஹல்லேலூயா. മനസ്സിലായവർ ഒരു ഹല്ലേലൂയ പറഞ്ഞു. புரிந்து கொள்ள ஒரு அல்லேலூயா சொல்ல. ஹல்லேலூயா. പകുതി പേരും പറഞ്ഞില്ല. பகுதி வேறு சொல்லல. അപ്പൊ മനസ്സിലായില്ല.
கொடூரமான குற்றவாளிக்கு கொடுக்கிற தண்டனை தான் சிலுவை மரணம். ആമേൻ ஆமென் ആമേൻ. ஆமென். അതാണ് ക്രൂശ് മരണം. அதுதான் சிலுவை மரணம். അപ്പൊ ഒരു കുറ്റവാളി ക്രൂശ് മരണത്തിന് വിധിക്കപ്പെട്ടാൽ അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന രംഗം ഭയാനകരമാണ്. ஒரு ஆமென். அவன் சிலுவையில் அறையப்பட்ட நியமிக்கப்பட்டவனை சிலுவையிலே அறைய கொண்டு போகும்போது அதை நினைத்து கண்டால் அது பயங்கரமாக இருக்கிறது. അവനെ വെറുതെ പിടിച്ച് തല്ലിക്കൊന്ന് ക്രൂശിക്കത്തില്ല. அவனை வெறுமையாய் அடிச்சு கொண்டு சிலுவையிலே அறைய மாட்டார்கள். പിന്നെ അവൻ എന്ത് തെറ്റിന്റെ പേരിലാണ് ക്രൂശിക്കപ്പെടുന്നതെന്ന് ലോകമറിയണം. அவன் என்ன பேரிலே குற்றம் செய்து சிலுவையில் அறையப்பட்டான் என்று தேசம் அறிய வேண்டும். അതുകൊണ്ട് ക്രൂശ് മരണത്തിന് വിധിക്കപ്പെട്ട കുറ്റവാളിയുടെ കഴുത്തിൽ அவனை அந்த சிலுவை மரணத்தில் குற்றவாளிக்கு நியமிக்கப்பட்ட கழுத்தில் അവൻ ചെയ്ത കുറ്റം ഒരു പലക കഷണത്തിൽ എഴുതിയിട്ട് പരസ്യമായിട്ട് കെട്ടിത്തൂക്കും. அவன் செய்த குற்றத்தை பலக வடிவத்தில் அவர் எழுதி தொங்க விடுவார்கள். എന്നിട്ട് അടിച്ചാണ് അവനെ ക്രൂശിക്കുന്നത്. அவனை அடித்து தான் சிலுவை மரணத்தினாக நடத்துவார்கள். ഉദാഹരണത്തിന് ഞാൻ ക്രൂശ് മരണത്തിന് വിധിക്കപ്പെട്ടൊരു കുറ്റവാളിയാണെങ്കിൽ, குறிப்பாக எடுத்துக்காட்டாக அருமையான பாஸ்டர் குற்றவாளி கைது என்று நினைத்துக் கொள்ளுங்கள். ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് ലോകമറിയണം. நான் செய்த தவறு உலகம் அறிய வேண்டும். അതെന്താണെങ്കിലും പലകമേൽ എഴുതിയിട്ട് എന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കും. அது என்ன குற்றமான பலகையில் எழுதி கழுத்திலே தொங்க வைப்பார்கள். എന്നിട്ട് അടിച്ച് തല്ലിയാണ് എന്നെ ക്രൂശിക്കാൻ കൊണ്ടുപോകും. അതിന് പിற்பாடு അടിத்து ഉதைத்து தான் സിലുവയിലെ കൊണ്ടുപോവാർ. അപ്പൊ കുറ്റവാളിയായ ഞാൻ ക്രൂശ് മരണം വഹിപ്പാൻ ശിക്ഷാസ്ഥലത്തേക്ക് ക്രൂശും ചുമന്ന് നടന്നു പോകുമ്പോൾ, அவன் குற்றவாளியாகிய நான் சிலுவை சுமந்து அவன் நடந்து போகையிலே ഈ കാഴ്ച കാണാൻ ഇരുവശത്തും 100 കണക്കിന് ആളുകൾ തടിച്ചു കൂടി നിൽക്കും. இந்த காட்சியை பார்ப்பதற்காக 2 பகுதியில் ஜனக்கூட்டம் திரளாயிருப்பார்கள். അവരെല്ലാം കൂടെ ആകാംക്ഷയോടെ നോക്കും. அவர்கள் மிகுந்த வாஞ்சையோடு கவனிப்பார்கள். എങ്ങോട്ടാ നോക്കുന്നേ? அவர் எங்கே பார்ப்பார்கள்? എന്റെ മുഖത്തോട്ടല്ല, என் முகத்தை அல்ல. നിങ്ങളല്ല അപ്പൊ നോക്കുന്നത് എന്റെ മുഖത്തോട്ടാ. നിങ്ങൾ എല്ലാം என் முகத்தை பார்க்கிறீர்கள். പക്ഷെ ക്രൂശുമായി ഞാൻ നടന്നു പോകുമ്പോൾ ഇത് കാണാൻ നിൽക്കുന്ന ആളുകൾ എന്റെ മുഖത്തോട്ടല്ല നോക്കുന്നേ. ஆனால் சிலுவையாய் நடந்து போகும்போது என் முகத்தை அல்ல அவர் பார்க்கிறது. എന്റെ തോളെ ഇരിക്കുന്ന ക്രൂശിലോട്ടല്ല അവർ നോക്കുന്നത്. என் தோளில் இருக்கிற சிலுவை அல்ல பார்க்கிறது. രണ്ടു വശത്തു നിന്ന് എന്നെ അടിക്കുന്ന പടയാളികളെ അല്ല അവർ നോക്കുന്നത്. 2 பக்கத்தில் இருக்கிற அடிக்கிற போர் சேவர் அல்ல அவர் பார்க்கிறது. പിന്നെ ഇരുവശത്ത് നിൽക്കുന്ന ആളുകൾ ആകാംക്ഷയോടെ എങ്ങോട്ടാ നോക്കുന്നേ? അവർ 2 സൈഡും ജനങ്ങൾ എന്നെ ആശയോട് பார்க்கிறார்கள். എന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന കുറ്റസംഗതി എഴുതിയ പലക കഷണത്തിലേക്കാണ് നോക്കുന്നത്. என் கழுத்திலே தொங்கப்பட்டிருக்கிற പലകയെ അവൻ കൂർந்து കവനിപ്പാர்கள். അതിനകത്ത് കൊലപാതകമെന്നോ രാജ്യദ്രോഹമെന്നോ ഒക്കെ ഉണ്ടെങ്കിൽ, അതിലെ കൊലയാളി രാജ്യത്ത് ദ്രോഹം പണിനது என்று இருக்குமானால், നിങ്ങൾ മിണ്ടാതിരിക്കുന്ന പോലെ അവർ മിണ്ടാതിരിക്കത്തില്ല. நீங்கள் சும்மா இருக்கிறது அவங்க சும்மா இருக்க மாட்டார்கள். അവരെല്ലാം കൈകൊട്ടും, അവരെല്ലാം கைத்தட்டுவார்கள், അവരെല്ലാം പൊട്ടിച്ചിരിക്കും, அவர்கள் கைத்தட்டி சிரிப்பார்கள், എന്നിട്ട് അവരെല്ലാം ഉറക്ക പറയും, അവരെല്ലാം சத்தமாய் சொல்லுவார்கள், കൊള്ളാം കൊള്ളാം കൊള്ളാം, ഇവൻ ഈ ശിക്ഷയ്ക്ക് അർഹനാണ്, நல்லது நல்லது, தண்டனைக்கு உரியவன் என்று சொல்லுவார்கள். അങ്ങനെയാണ് ഒരുത്തനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നത്. அப்படிதான் அவர் சிலுவைக்கு கொண்டு போகிறார்கள். അപ്പൊ ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം, அவன் ராத்திரி புரிந்து கொள்ள வேண்டும், ഭീകരമായ കുറ്റം ചെയ്യുന്ന കുറ്റവാളിക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ക്രൂശ് മരണമെങ്കിൽ, கொடூரமான குற்றவாளி கொடுக்கிற தண்டனை தான் சிலுவை மரணம். ഒരു കുറ്റവാളിയെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവൻ ചെയ്ത കുറ്റം പലകയിൽ എഴുതി കഴുത്തിൽ കെട്ടിത്തൂക്കിയാണ് അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നതെങ്കിൽ, ஒரு കുറ്റവാളിயை சிலுவையிலே அறைய கொண்டு போகும்போது அவன் செய்யப்பட்ட தவறுகளை பலகையில் எழுதி கழுத்திலே தொங்க வைத்து அவனை கொண்டு போவார்கள். എന്നേക്ക് 2025 ആണ്ടുകൾക്കപ്പുറം, ஆமான், இன்றைக்குரிய 2025 ஆண்டுகளுக்கு முன்பதாக 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ, அவன் 33 വയസ്സുള്ള വാലിബனை, ആമേൻ, 5.13 ഇഞ്ച് നീളമുള്ള ഒരു ചെറുപ്പക്കാരനെ, 5.13 അടിയുള്ള വാലിബனை ക്രൂശിന്റെ വഴിയിലൂടെ അടിച്ചടിച്ച് ക്രൂശിക്കാൻ കൊണ്ടുപോവുകയാണ്. വഴിയോരമായി അടിത്തടിത്ത് സിലുവയിൽ അറയുമ്പടി കൊണ്ടുപോകുகிறார்கள். അടിയേറ്റ് ക്രൂശും വഹിച്ച് കാൽവറിയിലേക്ക് നടന്നു പോകുന്ന ചെറുപ്പക്കാരൻ ആരാണെന്നറിയാമോ? അവൻ അടിക്കപ്പെട്ട് കായംലേറ്റ அந்த വാലിബൻ யாரென்று தெரியுமா? അത് മറ്റാരുമല്ല, അവർ വേറെ യാരുമല്ല, ഇന്ന് രാത്രി നസ്രയനാകുന്ന യേശുക്രിസ്തുവാണ്. അത് നസ്രനാകിയ യേശുക്രിസ്തു. കരമുയർത്തി അവനെ ഒന്ന് മഹത്വപ്പെടുത്ത്. കൈ വെച്ച് അവരെ
மகிமைப்படுத்தலாமா? ക്രൂശുമായി കൽവറിയിലേക്ക് പോകുകയാണ്. അവൻ സിലുവയായി കൽവാരിക്ക് കടന്നു ചെല്ലുகிறாർ. ഞാൻ എന്റെ ധ്യാനമുറിയിൽ ഇരുന്നു കൊണ്ട്, நான் தியான அறையில் இருந்து கொண்டு, എന്റെ ധ്യാന പീഠത്തിൽ ഇരുന്നു കൊണ്ട്, என் தியான பீடத்தில் இருந்து கொண்டு, വിശുദ്ധ ബൈബിളിലൂടെ പരിശുദ്ധ വേദാഗമത്തിൽ இருந்து ക്രൂശുമായി കാൽവറിയിലേക്ക് നടന്നു പോകുന്ന നസ്രായനെ ഒന്ന് കണ്ടു. അവൻ സിലുവയിലെ അവൻ നടന്നു പോകുന്ന യേശുவை நான் ஒன்று കണ്ടேன். പുറം കണ്ണുകൊണ്ടല്ല കണ്ടത്, நான் புறம்பான கண்களை கொண்டு அல்ல, എന്റെ ഹൃദയ കണ്ണുകൊണ്ടാണ് ഞാൻ അവനെ കണ്ടത്. நான் இருதய கண்களினாலே நான் அவரை பார்த்தேன். ഇന്ന് രാത്രി ഹൃദയ കണ്ണുകൊണ്ട് യേശുവിനെ കാണുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? இந்த இருதய கண்களினாலே இயேசுவை பார்க்கிறவர் எத்தனை பேர் இதுக்குள்ள இருக்கின்றீர்கள்? ഹൃദയ കണ്ണുകൊണ്ട് ഞാൻ എന്റെ നാഥനെ കണ്ടപ്പോൾ, இருதய கண்களினாலே என் நாதரை நான் கண்ட பொழுது അവനിൽ ആശ്ചര്യമുളവാക്കിയ ഒരു കാഴ്ച ഞാൻ കണ്ടു. ஆச்சரியப்படுத்துற ஒரு காரியத்தை கண்டேன். ഞാൻ അവന്റെ തലയിലേക്ക് നോക്കി. அவருடைய தலையை பார்த்தேன். അവന്റെ തലയിൽ ഒരു മുൾക്കിരീടം ഇരിപ്പുണ്ട്. அவருடைய தலையில் ஒரு முள்கிரீடம் இருக்கிறது. ആ മുൾക്കിരീടത്തിലെ 17 മുള്ളുകൾ അവന്റെ തലയോടിനകത്തേക്ക് ആഴ്ന്നിറങ്ങി. அந்த 17 മുള്ളുകൾ തലയോടുക്കുள் ആഴത്തിലുമായി പാய்ந்திருக்கிறது. ആമേൻ, ആമേൻ. അപ്പോൾ അവന്റെ തലയിൽ മുൾക്കിരീടമുണ്ട്. அவருடைய தலையில் முள்கிரீடம் இருக்கிறது. ഞാൻ അവന്റെ ശരീരത്തിലേക്ക് നോക്കി. அவருடைய சரீரத்தை நான் பார்த்தேன். ധൂമ്രവസ്ത്രം ധരിച്ചിട്ടുണ്ട്. அவர் வெண்மணி வஸ்திரம் தரித்தவராய், ശരീരത്തിൽ മുഴുവൻ രക്തമുറിവുകൾ ഉള്ളതുകൊണ്ട്, ശരീരം മുഴുവതും കായപ്പെട്ട രക്ത കായങ്ങൾ ഇരുന്നതിനാൽ ആ വസ്ത്രം അവന്റെ ശരീരത്തോട് ചോരയോടുകൂടെ പറ്റിപ്പിടിച്ചു. அந்த சரீரத்திலே வஸ்திரம் இரத்தத்தோடு ஒட்டிக்கொண்டிருந்தது. ഞാൻ അവന്റെ തോളിലേക്ക് നോക്കി. அவருடைய தோளை நான் கவனித்தேன். 150 കിലോ തൂക്കമുള്ള 16 അടി നീളമുള്ള ഒരു വലിയ മരക്കുരിശ് അവന്റെ തോളിൽ ഇരിപ്പുണ്ട്. 150 കിലോ എടയുള്ള 16 അടി നീളമുള്ള സിലുവயை நான் அவருடைய தோள் இருக்கிறது. ഞാൻ അവന്റെ ഇടത്തും വലത്തും നോക്കി. நான் இடது பக்கம் வலது பக்கம் பார்த்தேன். അവനെ അടിക്കുന്ന പടയാളികളുണ്ട്. அவர் அடிக்கிற சேவகரை பார்த்தேன். അവനെ അടിക്കുന്ന കുതിര പട്ടാളക്കാരുണ്ട്. அவர் அடிக்கிற குதிரை வீரர்கள் இருக்கிறார்கள். എന്നിൽ ആശ്ചര്യമുളവാക്കിയ ഒരു കാര്യം, என்னை ஆச்சரியப்படுத்தின ஒரு காரியம், തലയിൽ മുൾക്കിരീടമുണ്ട് സത്യം. ஆமை தலையில் முள்கிரீடம் இடிந்தது. ശരീരത്തിൽ ധൂമ്ര വസ്ത്രമുണ്ട് സത്യം. ஆமை சரீரத்தில் வஸ்திரம் தரித்திருக்கிறதை பார்த்தேன். തോളിൽ മരക്കുരിശുണ്ട് സത്യം. ஆமை தோளில் மரசிலுவை இருக்கிறது சத்தியம். എന്റെ ധ്യാനമുറിയിൽ ഇരുന്നു കൊണ്ട്, என்னுடைய தியான அறையில் இருந்து கொண்டு ഞാൻ അവന്റെ കഴുത്തിലേക്ക് ഒന്ന് നോക്കി. அவருடைய கழுத்தை நான் பார்த்தேன். ഒരു കുറ്റസംഗതി എഴുതിയ പലകത്തുണ്ടും അവന്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്നില്ല. ஒரு குற்றத்தை எழுதின ஒரு பலகையும் தூங்கி இருக்கிறதை நான் பார்க்கவில்லை. ഒരു കുറ്റസംഗതി എഴുതിയ പലകയും അവന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. அவரை கழுத்திலே அவர் செய்த குற்றத்தை எழுதுவதற்கு யாருக்கும் தைரியம் இல்லாதிருந்தது. എന്താ ഇതിന്റെ പിന്നിലെ സത്യം? இதற்கு பின்னால எது சத்தியமாய் இருக்கிறது? ലോക ചരിത്രത്തിൽ ഒരു തെറ്റും ചെയ്യാതെ ക്രൂശ് മരത്തിൽ കയറിയ നീതിമാനായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി നമ്മൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മാത്രം. உலகத்தில் எந்த குற்றமும் செய்யாத ஒரே ஒரு தெய்வம் நீதிமானாய் இருக்கிற பிரசங்கிக்கிற இயேசு ஒருவரே. കരമടിച്ച ശക്തിയോടെ, கரம் தட்டி வல்லமையாக, യേശു നീതിമാനാണ്. യേശു നീതിമാൻ, യേശു പരിശുദ്ധനാണ്. യേശു പരിശുദ്ധവാൻ, യേശു കുറ്റമില്ലാത്തവനാണ്. യേശു കുറ്റമില്ലാത്തവർ, യേശു അശുദ്ധിയില്ലാത്തവനാണ്. യേശു അശുദ്ധമില്ലാത്തവർ, യേശു ഒരു തെറ്റും ചെയ്യാത്തവനാണ്. യേശു ഒരു തവറും ചെയ്യാത്തവർ. ആമേൻ, ആമേൻ. എന്താ നിങ്ങൾ മിണ്ടാതിരിക്കുന്നേ? ஏன் நீங்க மௌனமா இருக்கிறீர்கள்? എനിക്ക് ഇന്ന് രാത്രി തുള്ളിച്ചാടാൻ തോന്നുക. எனக்கு இன்று குதித்து ஆட விரும்புகிறேன். ഒരു കൊലപാതകനെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. நான் ஒரு கொலைக்காரனை அல்ல ഒരു பிரசங்கிக்கிறேன். ചതിയനെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. நான் அவன் சதி வஞ்சகனை அல்ல நான் ഒരു பிரசங்கிக்கிறேன். വഞ്ചകനെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. நான் ஒரு வஞ்சகன் அல்ல ഒരു பிரசங்கிக்கிறேன். രാജ്യദ്രോഹി അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. நான் ராஜ துரோகம் பண்ணினவன் அல்ல ഒരു பிரசங்கிக்கிறேன். കുറ്റവാളി അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. நான் ஒரு குற்றவாளி அல்ல ഒരു பிரசங்கிக்கிறது. പാപി അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. நான் ஒரு பாவி அல்ல பிரசங்கிக்கிறது. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് പരിശുദ്ധനെയാണ്. நான் இன்று பிரசங்கம் பரிசுத்தவானை, കുറ്റമൊന്നും ചെയ്യാത്തവനെയാണ്. ஒரு குற்றமும் செய்யாதவரை. നിനക്ക് കൈയടിക്കാൻ വകയുണ്ട്. உனக்கு கையடிக்க வல்லமை உண்டு. നിനക്ക് അന്യഭാഷ പറയാൻ വകയുണ്ട്. உனக்கு அந்நிய பாஷை பேச வல்லமை இருக்கிறது. നിനക്ക് ആരാധിക്കാൻ വകയുണ്ട്. உனக்கு ஆராதிக்க அவன் பொறுப்பு இருக்கிறது. നിനക്ക് ഉല്ലസിക്കാൻ വകയുണ്ട്. உனக்கு சந்தோஷப்படுவதற்கு தகுதி இருக்கிறது. ഒരു കുറ്റവാളി അല്ല ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. நீ ஆராதிக்கிற குற்றவாளி அல்ல ஆராதிக்கிறது. ഒരു ചതിയനെയോ രാജ്യദ്രോഹി അല്ല ആരാധിക്കുന്നത്. ஒரு வஞ்சகனையோ தேச துரோகி அல்ல நீ ஆராதிக்கிறது. ഒരു വഞ്ചകനെയോ പാപി അല്ല നീ ആരാധിക്കുന്നത്. ஒரு வஞ்சகனையோ பாவி அல்ல
പരിശുദ്ധനായ ഒരുവനെയാണ്. പരിശുദ്ധமான ഒരുവரை. പരിശുദ്ധനായ ഒരുവനെയാണ്. പരിശുദ്ധമായിരിക്കുന്ന ഒരുവரை. കുറ്റമില്ലാത്ത ഒരുവനെയാണ്. കുറ്റമില്ലാത്ത ഒരുവரை. കരമുയർത്തി എന്ന് പറഞ്ഞ് യേശു പരിശുദ്ധൻ. കൈയെ വൈദ്യ ചൊല്ലുങ്ക, യേശു പരിശുദ്ധൻ. കൈ വീശി വീശി എന്ന് പറഞ്ഞ് കൈയെ അസൈത്ത് അസൈത്ത് ചൊല്ലുങ്ക. ശബ്ദമുയർത്തി പറഞ്ഞ് ശബ്ദം ഉയർത്തി ചൊല്ലുങ്ക, യേശു പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ. The name of Jesus. ആമേൻ. യേശുവിൻ നാമത്തിനാൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധനാണ് ക്രിസ്തു. ക്രിസ്തു പരിശുദ്ധമുള്ളവർ. ഇവിടെ ഒരു വലിയ വിരോധാഭാസമുണ്ട്. ഇങ്ങനെ അഴകാன ഒരു വാർത്ത சொல்லப்பட்டிருக்கிறது. ഈ ഭീകരമായ കുറ്റം ചെയ്യുന്ന കുറ്റവാളിക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ക്രൂശുമരണമെങ്കിൽ, கொடூரமான குற்றம் செய்தலுக்கு கொடுக்கிறதான் சிலுவை தண்டனை என்பதாக இருக்குமானால், അങ്ങനെയുള്ളവരെ ക്രൂശിച്ചിട്ടുണ്ട്. அப்படிப்பட்ட சிலுவையில் அறைந்தும் இருக்கிறார்கள். അപ്പോൾ ഭീകരമായ കുറ്റം ചെയ്യുന്ന കുറ്റവാളിക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ക്രൂശുമരണമെങ്കിൽ, അവൻ கொடூரமான குற்றவாளி கொடுக்கிற சிலுவை தண்டனை என்றால், എന്ത് തെറ്റിന്റെ പേരിലാണ് ലോകം യേശുവിനെ ക്രൂശിച്ചത്? ஆண்டவர் என்ன தவறு செய்து சிலுவையிலே அறையப்பட்டார்? എന്തെങ്കിലും തെറ്റവൻ ചെയ്തോ? ஏதாவது தவறு ஆண்டவர் செய்தாரா? പറഞ്ഞോട്ടെ, சொல்லுங்களே. എന്തെങ്കിലും തെറ്റ് യേശു ചെയ്തോ? ஏதாவது தவறு குற்றம் ஆண்டவர் செய்தாரா? നിങ്ങളുടെ നോട്ടമൊക്കെ കണ്ടിട്ട് ഞാൻ ശവക്കോട്ട നിൽക്കുന്ന പോലെ തോന്നുക. உங்களுடைய பார்வை பார்த்தா நான் சவக்கோட்டை நிற்கிற மாதிரி நீங்க பார்க்கிறீர்கள். ആരും ഒന്നും മിണ്ടുന്നില്ല. யாரும் ஒன்றும் மௌனம் பேசவில்லை. യേശു എന്തെങ്കിലും കുറ്റം ചെയ്തോ? இயேசு ஏதாவது குற்றம் செய்தாரா? ആരെങ്കിലും കൊല്ലാൻ പറഞ്ഞോ? யாராவது கொலை சொன்னாரா? അവർക്ക് പറ, சத்தமா சொல்லுங்களே. കലാപത്തിന് ആഹ്വാനം ചെയ്തോ? கலகத்தை உண்டாக்க தேவன் உந்துதல் பண்ணினாரா? കൊലപാതകത്തിന് ആഹ്വാനം ചെയ്തോ? அவன் ஆண்டவர் கொலை செய்ய வரவேற்றாரா? ബന്ധോ ഹർത്താലോ വല്ല നടത്താൻ പറഞ്ഞോ? ஏதாவது பந்து ஆண்டு நடத்தினாரா? ഒന്നും പറഞ്ഞിട്ടില്ല. ஒன்றும் சொல்லவில்லை. കാത് വെട്ടാൻ വാളൂരിയ പത്രോസിനോട് വാളെടുക്കുന്നവൻ വാളാലാണ്, ഇടടോ വാൾ ഉറകളെന്നും പഠിപ്പിച്ച സ്നേഹത്തിന്റെ ഗുരുവാണ് ക്രിസ്തു. ആമേ. കാதை വെട്ടിന പേതുരുவை பார்த்து சொன்னார், உன் பட்டத்தை உரையில போடு. ஆமே என்று சொன்ன நம்முடைய அன்பின் நேசர் தான் இயேசு. ஆமென். ஆமென். ശപിക്കുന്നവനെ അനുഗ്രഹിക്കാൻ പഠിപ്പിച്ച സ്നേഹനാഥനാണ് ക്രിസ്തു. ശപിക്കുന്നവர்களை ആശീർവദിങ്ങൾ சொன்ன അൻപை പൊളിത്തതാണ് യേശു. ഒരു ജഗട്ടത്തടിക്കുന്നവന് മറുജഗട്ടം കാട്ടിക്കൊടുക്കാൻ പഠിപ്പിച്ച സ്നേഹത്തിന്റെ മൂർത്തിയാണ് ക്രിസ്തു. ഒരു കണ്ണത്തെ അറന്താൽ മറുകണ്ണത്തെ കാട്ടിക്കൊടു സ്നേഹത്തിൽ ഉറവിടമാകിയ ക്രിസ്തു. അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ച സ്നേഹനാഥനാണ് ക്രിസ്തു. അയലകക്കാരെ ഉന്നെ പോലെ നേശിക്ക വേണ്ടും അൻപിന് സ്വരൂപിയായിരിക്കുന്ന യേശു. ഇല്ലാത്തവന് കൊടുക്കാൻ പഠിപ്പിച്ച കരുണാ കടലാണ് ക്രിസ്തു. അവൻ ഇല്ലാത്തവന് കൊടുക്ക சொன்ன കരുണയിൻ കടലാകിയ ക്രിസ്തു. രണ്ട് കര ഉയർത്തി ഉച്ചത്തിൽ അവനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? രണ്ട് കൈയെ ഉയർത്തി ആണ്ടവർക്ക് മഹിമ സെലുത്തലാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു യേശു. കൈകൾ ഉയർത്തി, കൈകളെ ഉയർത്തി. യേശുവാരിലും വലിയവൻ യേശു. യേശു യേശുവാരിലും മതിയായവൻ യേശു. യേശു യേശുവാരിലും വലിയവൻ യേശു. കൈകൾ ഉയർത്തി, കൈകളെ ഉയർത്തി ചൊല്ലലാമോ? യേശു. എല്ലാ കരങ്ങളും ഉയർത്തി, രണ്ട് കൈകളെ ഉയർത്തി. യേശുവാരിലും യേശു. യേശു യേശുവാരിലും വലിയവൻ യേശു. യേശു യേശുവാരിലും മതിയായവൻ. അവനെ പോലെ ഉന്നതൻ ആരുണ്ട്?
അവനെ പോലെ ശ്രേഷ്ഠൻ ആരുണ്ട്? അവരെ പോലെ വിലയേറപ്പെട്ടവർ ആരുണ്ട്? അവനെ പോലെ യോഗ്യൻ ആരുണ്ട്? അവരെ പോലെ തകുതിയുള്ളവർ ആരുണ്ട്? അവനെ പോലെ കരുണയുള്ളവൻ ആരുണ്ട്? അവരെ പോലെ ഇറക്കമുള്ളവർ ആരുണ്ട്? അവനെ പോലെ സ്നേഹിക്കുന്നവൻ ആരുണ്ട്? അവരെ പോലെ അൻപ് പാരാട്ട ആരുണ്ട്? ഈ മൂന്നാമത് രാത്രി യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ യേശു നമ്മുടെ നടുവിലുണ്ട്. இந்த மூன்றாவது கூட்டத்தில் ஆமென் விசேஷ குறிப்பானது இயேசு நம் நடுவில் இருக்கிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു തെറ്റും ചെയ്തിട്ടില്ല യേശു. ഒരു കുറ്റവും ചെയ്യാതെ യേശു വിസ്തരിച്ച ഒറ്റ കോടതികളിലെ ഒറ്റ ജഡ്ജിമാരും ഒരു തെറ്റും പറഞ്ഞില്ല. அவரை விசாரித்த அத்தனை கோர்ட்டும் நீதிபதி சொன்னார்கள் அவர் ஒரு குற்றமும் செய்யாதவர். 5 കോടതികളിലാണ് യേശുവിനെ വിസ്തരിച്ചത്. 5 கோர்ட்டில் அவர் நியாயம் விசாரித்தார்கள். എല്ലാ ന്യായാധിപന്മാരും അവനെ വിസ്തരിച്ചിട്ട് പറഞ്ഞു ഒരു കുറ്റവുമില്ല. എല്ലാ നീതിപതികളും அவர் விசாரித்த போது சொன்ன ஒரே ஒரு வார்த்தை அவர் யாதொரு குற்றமும் செய்யாதவர். അതെല്ലാം പറഞ്ഞു എന്തിന്റെ പേരിൽ ആഘോഷിക്കേണ്ടത്? இதெல்லாம் நீங்க சந்தோஷப்பட வேண்டியதானே. ഒരു സന്തോഷവും അത് കേട്ടിട്ട് ஒரு சந்தோஷம் இல்லை. ஒரு குற்றம் செய்யாத இயேசு. ഒരു കുറ്റം ചെയ്യാതെ യേശു. പീലാത്തോസിന്റെ അരികിൽ ഒടുക്കം അവനെ വിസ്തരിക്കാൻ കൊണ്ടുവന്നു. பிலாத்துடைய அருகில் நியாயம் விசாரிக்க இயேசுவை கொண்டு வந்தார்கள். പീലാത്തോസ് യേശുവിനെ വിസ്തരിച്ചു. ആമേൻ. പിലാത്ത് യേശുவை நியாயம் விசாரித்தார். പീലാത്തോസ് യേശുവിനെ വിസ്തരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പടയാളി പീലാത്തോസിന്റെ ഒരു കത്ത് കൊണ്ടു കൊടുത്തെന്നാണ് ചരിത്രം. பிலாத்து அவன் இயேசுவை நியாயம் விசாரித்துக் கொண்டிருக்கும் போது ஒரு சேவகன் ஒரு கடிதத்தை கொண்டு பிலாத்துடைய கையிலே கொடுக்கிறார். വിസ്താര വേളയില് അപ്രതീക്ഷിതമായിട്ടാണ് ലെറ്റർ കിട്ടിയത്. அவன் விசாரிக்கிறது அவன் ஒரு எதிர்பாராத விதத்திலே கடிதம் கிடைத்தது. ആ ലെറ്ററുകള് നിവർത്തി ആർത്തിയോടെ വായിച്ചു. அந்த കടിதத்தை നേരാക്കി கவனமாக வாஞ்சையோடு வாசித்தார். അത് തന്റെ ഭാര്യ എഴുതിയ ലെറ്ററാണ്. அது தன்னுடைய மனைவி எழுதிய கடிதம். ഞാൻ ആ ലെറ്റർ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. அந்த வார்த்தை அந்த கடிதத்தை நான் வாசிக்க காண்பித்துக் கொடுக்கிறேன். ഉറങ്ങുന്നവരെല്ലാം ഒന്ന് ശ്രദ്ധിച്ചേ പ്ലീസ്. தூங்குறவெல்லாம் கவனிங்க. പിലാത്തോസിന്റെ ഭാര്യ എഴുതിയ കത്ത് വായിക്കാൻ പോവാ. பிலாத்து அவருடைய மனைவி எழுதின கடிதத்தை நான் வாசிக்கின்றேன். ബൈബിൾ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ പലരും ഉറങ്ങുക. ബൈബിൾ പ്രസംഗിച്ച പോது അനേകർ ഉറങ്ങുகிறீர்கள். പിലാത്തോസിന്റെ ഭാര്യ എഴുതിയ കത്തെങ്കിലും വായിക്കുമ്പോൾ എഴുന്നേറ്റ് കേട്ടെ. பிலாத்துடைய மனைவிയുടെ കடிதத்தை വാസിക്കും പോதாவது ഉണർന്നിരുங்கள். ഉണർന്നു വരുന്നുണ്ട്. നിങ്ങൾ പലരും കണ്ണു തുറക്കുന്നുണ്ട്. ചിലർ കണ്ണുകൾ തുറக்கிறீர்கள், ഉണർന്നു വരുகின்றீர்கள். എനിക്ക് നന്നായിട്ട് കാണാം. எனக்கு நன்றாகவே தெரிகிறது. നിങ്ങൾ കാണാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണം. உங்களை பார்க்க அந்த பக்கம் இந்த பக்கம் பார்க்கணும். എങ്ങോട്ടും തിരിയണ്ട. എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ആരൊക്കെ ഉറങ്ങുന്നത് കാണും. எனக்கு எந்த பக்கம் திரும்ப வேண்டியதெல்லாம் நான் அப்படி பார்த்தாலே எனக்கு எல்லாம் தெரிகிறது. ഉറങ്ങുന്നവരെല്ലാം ഒന്ന് ഉണർന്നേ. ഉറങ്ങുന്നവരെല്ലാം ഒന്ന് ഉണർന്നു കൊള്ളുங்கள். പിലാത്തോസിന്റെ ഭാര്യ എഴുതിയ കത്തൊന്ന് വായിക്കാം. பிலாத்துடைய மனைவி எழுதிய கடிதத்தை ஒன்று வாசிக்கின்றேன். പ്രിയനെ, കഴിഞ്ഞ രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നു. பிரியமானவனே, நேற்றிரவில் நான் தூங்க சென்றேன். എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. எனக்கு தூங்க முடியவில்லை. നിദ്ര എന്റെ കണ്ണുകളെ തഴുകി. நித்திரை என்னை அவன் கண்கள் தழுவிக்கொண்டது. എന്നിട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റി. ஆனாலும் என்னால் தூங்க முடியவில்லை. എന്നെ ഉറങ്ങാൻ പറ്റാഞ്ഞേ? ஏன் உறங்க முடியவில்லை? നീ എന്റെ കൂടെ ഇല്ലാഞ്ഞത് കൊണ്ടല്ല. நீர் என்னோடு இல்லாதபடியினாலே அல்ல. നിന്റെ ചൂട് എനിക്ക് ലഭിക്കാഞ്ഞത് കൊണ്ടല്ല. சூடு எனக்கு கிடைக்காதபடியினாலே அல்ல. കഴിഞ്ഞ രാത്രി ഉറങ്ങാൻ കിടന്നിട്ടും എനിക്ക് ഉറങ്ങാൻ കഴിയാതെ പോയത്. கடந்த ராத்திரி தூங்கின பொழுதும் தூங்க முடியாமல் போனது. നീ ഇപ്പോൾ വിസ്തരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ നീതിമാനായ മനുഷ്യൻ, இப்போது நியாயம் விசாரித்துக் கொண்டிருக்கிற நீதிமானாகிய கிறிஸ்து, ആ മനുഷ്യന്റെ മുഖം, அந்த மனிதனுடைய முகம் കഴിഞ്ഞ രാത്രി മുഴുവൻ ഒരു സൂര്യനെ പോലെ എന്റെ മുമ്പിൽ ജ്വലിച്ചു നിൽക്കുകയായിരുന്നു. ராத்திரி சூரியனை போல பிரகாசிக்கிற எனக்கு முன்பதாய் பிரகாசமாய் நின்று கொண்டிருந்தது. അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. அதனால எனக்கு தூங்க முடியவில்லை. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൾ ആ കത്തെഴുതി നിർത്തിയത് എങ്ങനെയാണെന്നറിയാമോ? அந்த கடிதத்தை எழுதி எப்படி நிறுத்தினார்னு தெரியுமா? അതുകൊണ്ട് അതിനാലേ ആ നീതിമാനായ മനുഷ്യന്റെ കാര്യത്തിൽ നീ ഇടപെട്ടു പോകരുത്. அந்த நீதிமானுடைய காரியத்திலே நீ அவன் இடைப்பட்டு போக கூடாது. ആ കത്ത് വായിച്ചിട്ടായിരിക്കാം പീലാത്തോസ് കരമാഞ്ഞു കുടഞ്ഞ് ഉറക്കെ പറഞ്ഞത്.
அந்த கடிதத்தை வாசித்து தான் கரங்களை அவன் கழுவி கொண்டிருக்கலாம். ഈ നീതിമാനായ മനുഷ്യരിൽ, இந்த நீதிமானாய மனுஷரில் ഞാനൊരു കുറ്റവും കാണുന്നില്ല. நான் ஒரு കുറ്റവും பார்க்கவில்லை. ഒരു കുറ്റവും കാണുന്നില്ല. ஒரு குற்றமும் பார்க்கவில்லை. സ്വർഗ്ഗത്തിലെ മൂപ്പന്മാരെന്നാ ചെയ്തത്? പരലോകത്തിലെ മൂപ്പர்கள் அல்ல செய்தது. തലയിലെ തങ്കക്കിരീടങ്ങൾ ഊരി അവൻ തലയിൽ തങ്കക്കിരീടത്തെ ഉരുവിനാർ. യേശുവിന്റെ പാദത്തിലേക്ക് വെച്ചിട്ട് യേശുവിന്റെ പാദത്തിൽ வைத்துக்கொண்டு ആ പാദത്തിൽ കമണ് കടന്നവർ വിളിച്ചു പറയുന്ന ഒരു ആരാധനാ ഗീതം, அந்த பாதத்திலே அவர் மாமை பணிந்து கொண்டு ஒரு ஆராதனை சத்தம் ஒன்று இருக்கிறது. കുഞ്ഞാടേ നീ പരിശുദ്ധൻ, ஆட்டுக்குட்டியானவரே நீ பரிசுத்தர், നീ പരിശുദ്ധൻ, நீ பரிசுத்தர், നീ പരിശുദ്ധൻ, நீ பரிசுத்தர். ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു നീതിമാൻ. അവൻ പിലാത്തുடைய മனைவி சொன்னார் நீதிமான். പീലാത്തോസ് പറഞ്ഞു നീതിമാൻ മാത്രമല്ല കുറ്റമില്ലാത്തവൻ. അവൻ നീതിമാൻ. പിലാത്തു നീതിമാൻ അല്ല, ഒരു കുറ്റവും ചെയ്യാത്തവൻ. സ്വർഗ്ഗത്തിലെ മൂപ്പന്മാർ പറഞ്ഞു പരിശുദ്ധൻ. പരലോകത്തിലെ മൂപ്പർ சொன்னார்கள் ഇവർ പരിശുദ്ധർ. കരങ്ങൾ ഉയർത്തി എന്ന് പറയാമോ? യേശു പരിശുദ്ധൻ. കൈകളെ ഉയർത്തി ചൊല്ലാം യേശു പരിശുദ്ധൻ, യേശു നീതിമാൻ, യേശു നീതിമാൻ. ഉയരട്ടെ നിങ്ങളുടെ ശബ്ദം, உங்க சத்தம் உயரட்டுமே, ഉയരട്ടെ നിങ്ങളുടെ കരം, உங்க கரம் உயரட்டும் கம்பீரமா. ഉറക്കെ പറഞ്ഞാട്ടെ യേശു പരിശുദ്ധൻ. கம்பீரமா சத்தமாய் சொல்லுங்க യേശു പരിശുദ്ധർ. കരങ്ങൾ ഉയർത്തി, കൈകളെ ഉയർത്തി പരിശുദ്ധ മഹോന്നത ദേവൻ, വരനെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥന വിശിക. കരമുയർത്തി ആരാധിക്കാം. പരിശുദ്ധ മഹോന്നത ദേവൻ, വരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥന വിശിക. എല്ലാവരും ചേർന്ന് എല്ലാരും ഇണയിട്ട് ശബ്ദമുയരട്ടെ, സത്യം ഉയരട്ടോ. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? രാത്രിയുടെ മികവും മുഖ്യமான அமைப்பு என்ன காரியம் தெரியுமா? കസേരയെല്ലാം ഫില്ലായെന്നല്ല, കസേരയെല്ലാം ഫില്ലായെന്നല്ല, ചെയറെല്ലാം മുഴുവൻ നിറപ്പപ്പെട്ടതല്ല, ഈ പുൾപിറ്റിൽ പാസ്റ്റേഴ്സ് ഉണ്ടെന്നുള്ളതല്ല, പിന്നാലെ എല്ലാ പാസ്റ്റേഴ്സ് ഇരിക്കുന്നതിനാലെ അല്ല, കേരളത്തിൽ നിന്ന് ഞാൻ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നു എന്നല്ല, കേരളത്തിൽ വന്ന് നാം പ്രസംഗിക്കുന്ന വിഷയമല്ല. ഈ യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂട്ടത്തിൽ മുഖ്യமான കാര്യം പരിശുദ്ധനായവൻ എന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. அந்த மகா பரிசுத்தமானவர் நம் நடுவில் இருக்கிறார். വിശ്വസിക്കേ, അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അവന്റെ മഹിമ നം നടുവിൽ ഇരിക്കുന്നത്. നിന്റെ ബന്ധന
ബന്ധനങ്ങളെ അടിക്കാൻ അവന്റെ സാന്നിധ്യത്തിന് കഴിയും. உன் கட்டுகளை அழிக்க அவருடைய வல்லமைக்கு முடியும். നിന്റെ രോഗത്തെ അടിക്കാൻ അവന്റെ സാന്നിധ്യത്തിന് കഴിയും. அவருடைய வியாதியை அழிக்க அவருடைய பிரசனத்துக்கு முடியும். നിന്റെ തലമുറയെ വിടുവിക്കാൻ അവന്റെ സാന്നിധ്യത്തിന് കഴിയും. உன் தலைமுறை விடுவிக்க அவருடைய மகிமைக்கு முடியும். നിന്റെ കുടുംബത്തിന്റെ അസമാധാനത്തെ മാറ്റാൻ അവന്റെ സാന്നിധ്യത്തിന് കഴിയും. அவன் குடும்பத்திலே சமாதானத்தை கொடுக்க என் ஆண்டவருக்கு மகிமைக்கு முடியும். നിന്റെ പ്രാണനോട് വാദിക്കുന്ന ശത്രുവിന്റെ പോരുകളെ അടിക്കാൻ അവന്റെ സാന്നിധ്യത്തിന് കഴിയും. ஒரு பிராணோடு போராடுகிற சத்துடைய கோட்டை அழிக்க தேவ மகிமைக்கு முடியும். നിന്നെ നിറയ്ക്കാൻ ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യത്തിന് കഴിയും. உன்னை நிரம்ப பண்ண தேவனுடைய மகிமைக்கு முடியும். അവന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ അല്പനിമിഷം അവനെ ആരാധിക്കുക. அவருடைய மகிமை உணர்ந்து கொள்கிறவங்க நல்ல கையை தட்டிக்கொள் நேரம் ஆண்டவரை துதியுங்கள். യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ അഴിയട്ടെ. இயேசுவின் நாமத்தில் வியாதிகள் அழிக்கப்படுவதாக. യേശുവിന്റെ നാമത്തിൽ പൈശാചിക കെട്ടുകൾ അഴിയട്ടെ. இயேசுவின் நாமத்தில் பிசாசுடைய கட்டில் அவிழ்க்கப்படுவதாக. യേശുവിന്റെ നാമത്തിൽ കൈവിഷങ്ങൾ അഴിയട്ടെ. இயேசுவின் நாமத்தில் கைவச மண்டலங்கள் அவிழ்க்கப்படுவதாக. യേശുവിന്റെ നാമത്തിൽ മന്ത്രവാദ കെട്ടുകൾ അഴിയട്ടെ. இயேசுவின் நாமத்தில் மந்திரவாத வல்லமைகள் அழிக்கப்படுவதாக. യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ മാറട്ടെ. இயேசுவின் நாமத்தில் கேன்சர் மறைவதாக. യേശുവിന്റെ നാമത്തിൽ ട്യൂമറുകൾ മാറട്ടെ. இயேசுவின் நாமத்தில் கட்டிகள் மறைவதாக. യേശുവിന്റെ നാമത്തിൽ ബ്ലഡ് പ്രഷറുകൾ മാറട്ടെ. இயேசுவின் நாமத்தில் பிளட் சுகர் മറയട്ടെ. യേശുവിന്റെ നാമത്തിൽ ബ്ലഡ് ഷുഗറുകൾ മാറട്ടെ. இயேசுவின் பிளட் சுகர் மறைந்து போவதாக. അൾസർ സൗഖ്യമാകട്ടെ. அல்சர் സുഗുണമാവதாக. മൈഗ്രെയിൻ സൗഖ്യമാകട്ടെ. ഗുണമടയുവதாக. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. സോർവുകൾ മാറിപ്പോവதாக. കുടുംബ തകർച്ചകൾ മാറട്ടെ. കുടുംബ ഉടൈവുകൾ മാറിപ്പോവதாக. കടഭാരങ്ങൾ മാറട്ടെ. കടം പ്രശ്നങ്ങൾ മാറിപ്പോവதாக. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ വല്ലമൈ അസൈവാടുവதாக. കരങ്ങൾ ശക്തിയോടെ ഒന്ന് അടിച്ച് കയ്യെ തട്ടി വല്ലമയാ കയ്യെ തട്ടുங்கள். രാത്രി വിടുതൽ ഏറ്റെടുക്ക. വിടുതൽ ഏറ്റുകൊള്ളുங்கள். നിന്റെ സമ്പത്തിനെ തകർത്ത് കളയാ. உடைய பொருளாதாரத்தை தடை செய்வதற்கு. നിന്റെ ശരീരത്തെ തകർത്ത് കളയാ. உன் சரீரத்தை உடைப்பதற்காக. നിന്റെ സൗന്ദര്യത്തെ തകർത്ത് കളയാ. உன்னுடைய அழகை உடைக்க நினைக்கிற. നിന്റെ ആരോഗ്യത്തെ തകർത്ത് കളയാ. உன்னுடைய ആരോഗ്യത്തെ തകർത്ത് നിന്റെ ശുശ്രൂഷയെ തകർത്ത് കളയോ. உன் ஊழியத்தை தகர்த்து எறிய நினைக்கிற. നിന്റെ അഭിഷേകത്തെ തകർത്ത് കളയോ. உன் அபிஷேகத்தை உடைக்க நினைக்கிற. നിന്റെ സാക്ഷ്യത്തെ തകർത്ത് കളയോ. സാക്ഷ്യത്തെ ഉടൈത്ത് നിனைக்கிற. ദുഷ്ടപിശാച് കെട്ടിവച്ച കെട്ടുകൾ ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യത്താൽ അഴിയുകയാണ്. ദുഷ്ട മണ്ഡലങ്ങൾ കെട്ടിവയ്ത്ത് ദേവന്റെ മഹിമയിനാലെ രാത്രി അവിழ்க்கப்படுகிறது. അഴിഞ്ഞു വാ, അഴിഞ്ഞു വാ, അഴിഞ്ഞു വാ. അവിழ்ക്കപ്പെട്ടു വാ. പിശാച് അഴിഞ്ഞു വാ. പിശാച് അവിழ்ക്കപ്പെട്ടു വാ. പൈശാചിക ശക്തികൾ അഴിഞ്ഞു വാ. പിശാചിന്റെ വല്ലമൈ അവിழ்ക്കപ്പെട്ടു വാ. ജനത്തെ വിട്ടുപോ. ജനത്തെ വിട്ടുപോ. തലമുറയെ വിട്ടുപോ. തലമുറ വിട്ടുപോ. യൗവനക്കാരെ വിട്ടുപോ. വാലിബരെ വിട്ടുപോ. കുടുംബങ്ങളെ വിട്ടുപോ. കുടുംബങ്ങളെ വിട്ടുപോ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദേവന്റെ വല്ലമൈ അസൈവാടുവதாக. ശക്തിയോടെ കൈയടിച്ച് വല്ലമയുടെ കയ്യെ തട്ടുங்கள். ഇന്ന് രാത്രി ചില ഓപ്പറേഷൻ നടക്കുകയാണ്. ഇന്ന് രാത്രി ഓപ്പറേഷൻ നടക്കുന്നത്. കത്തി കൂടാതെ നിന്റെ ശരീരത്തിൽ ഒരു സർജറി നടക്കുകയാണ്. അവൻ കത്തി ഇല്ലാമ ഒരു സർജറി നടക്കുന്നത്. മരുന്നില്ലാതെ ഒരു വിടുതൽ നടക്കുകയാണ്. മരുന്ന് ഇല്ലാമൽ ഒരു സുഖം നടക്കുന്നത്. ഇലയാദിന്റെ വൈദ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. നല്ല വൈദ്യർ വന്നിരിക്കുന്നു. അവന്റെ തൈലം ഇന്ന് രാത്രി വഴി ഒഴുകുന്നുണ്ട്. അവിടെ തൈലം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മുറിവുകൾ ഇന്ന് രാത്രി മാറുകയാണ്. കായങ്ങൾ മാറുகிறது. മനസ്സിന്റെ കായങ്ങൾ മാറുകയാണ്. മനസ്സിൻ കായങ്ങൾ മാറുகிறது. അന്യഭാഷകളിൽ ആരാധിച്ച് അന്യഭാഷയിൽ ആരാധിങ്ങൾ. അന്യഭാഷകൾ ദേശം ഇന്ന് രാത്രി വിടിവിക്കപ്പെടുകയാണ്. ദേശം രാത്രി വിടിവിക്കപ്പെടുகிறது. ആ പുറകിൽ ഇരിക്കുന്നവർ വിശ്വാസികളാണോ? പിന്നാലെ വിശ്വാസികളോ? അതോ നിങ്ങൾ ആദ്യമായിട്ട് യോഗത്തിന് വരുന്നവരാണോ? മുതലായി കൂട്ടത്തിൽ വന്നവர்களോ? വിശ്വാസികളാണെങ്കിൽ ആ കരമൊന്ന് അടിച്ച് ആരാധിച്ച്. വിശ്വാസികൾ കയ്യെ തട്ടി കത്തറി ആരാധിങ്ങൾ. നിങ്ങളുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഉങ്ങൾ നടുവിൽ ഏറ്റവും പുറകിൽ അവന്റെ സാന്നിധ്യമുണ്ട്. അവിടെ പിന്നാലെ ദേവ മഹിമയിരിക്കുന്നത്. മുൻപിൽ അവന്റെ സാന്നിധ്യമുണ്ട്. അവിടെ മുൻപിൽ മഹിമയിരിക്കുന്നത്. മധ്യത്തിൽ അവന്റെ സാന്നിധ്യമുണ്ട്. നടുവിൽ ദേവ മഹിമയിരിക്കുന്നത്. മാതാവേ, നിന്നെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തൊടുകയാണ്. പിതാവേ, നിന്നെ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. അഭിഷിക്തന്മാരെ, നിങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ഒരു പുതിയ ദൈവശക്തി നിങ്ങളുടെ മേലേക്ക് വ്യാപരിക്കുകയാണ്. പുതിയ വല്ലമൈ ഉங்கள் മേൽ അസൈവാടുகிறது. പഴയ തുരുത്തിയ ദൈവം മാറ്റുകയാണ്. പഴയ തുരുത്തി ആണ്ടവർ മാറ്റുകയാണ്. പുതിയ തുരുത്തി ദൈവം തരികയാണ്. പുതിയ തുരുത്തി കത്തർ കൊടുക്കണം. അതിനകത്ത് പുതിയ വീഞ്ഞ ദൈവം ഒഴിക്കുകയാണ്. ഒരു പുതിയ ഡ്രസ്സ് ആണ്ടവർ കൊടുക്കണം. രാത്രി വിശ്വസിച്ചെടുത്ത് രാത്രി വിശ്വാസത്തെ അത് ഏറ്റുകൊള്ളുங்கள்.
Shemaradhanase Thank you, Jesus. Thank you, Jesus. Thank you for your presence. Thank you for your presence. നിന്റെ കൃപയ്ക്ക് നന്ദി കർത്താവേ. നിന്റെ ജനത്തെ തൊടുന്നതിന് നന്ദി കർത്താവേ. രാത്രി ചില രോഗങ്ങളെ അടിക്കുന്നതിന് നന്ദി കർത്താവേ. രാത്രി വ്യാധികളെ ഗുണമാക്കുന്നതിനായി നന്ദിയപ്പാ. ദേശത്തെ തൊടുന്നതിനായി നന്ദി. ദേശത്തെ തൊടുവதற்காയി നന്ദിയപ്പാ. ഈ ദേശം എന്റേതാണെന്ന് വാദിക്കുന്ന പോരുകൾ തകരുന്നതിനായി, ദേശം എന്നോട് വാദിക്കുന്ന പൊല്ലാத ആവിൽ അവിൽക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമം. ശബകതരമന ശബലദരഗനദര ഉദാലദരഗനബ ശംതരമനദരമന രഗനദരമന ശബലദര സുദാലദരഗനദരമന ശംഭവരദരദര ശകരദരമന ബാലാബാഷ് ലിമനദ രഗന റൈബല ഹസ്തല രഗന ശംഭവരദ രഗനദര അബല ഹടഗജ ലഗന മനദരമന ശംഭവര ഇബരബലബസ്. ദീഖമനദ കാലാവസ്ഥയുടെ മാറ്റത്തിനനുസരിച്ച് നിന്റെ മേൽ ഉണ്ടാകുന്ന ചില രോഗങ്ങൾ, ആമേൻ, സൂழ்நிலை മാറുമ്പോൾ ഉന്മേൽ ഉണ്ടാകുന്ന വ്യാധികൾ ഇന്ന് രാത്രി അത് അഴിയുകയാണ്. രാത്രി അവിൽക്കപ്പെടുகிறது. അലർജി പോലെ നിൽക്കുന്ന ചില രോഗങ്ങൾ, അലർജി പോലെ നിൽക്കുന്ന വ്യാധികൾ, ചിലത് കുടിക്കാൻ കഴിയാതെ, ചില കുടിക്കാൻ മുടിയാമൽ, ചിലത് കഴിക്കാൻ കഴിയാതെ, പുസിക്കാൻ മുടിയാമൽ, ചില കാലാവസ്ഥയോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ, ചില സൂழ்நிலை ഒത്തുപോകാൻ മുടിയാമൽ, അലർജി പോലെ നിങ്ങളിൽ വ്യാപരിക്കുന്ന രോഗം, അലർജി പോലെ ഉനക്കുള്ളിരിക്കുന്ന വ്യാധി, അങ്ങനെയുള്ളവർ ഇന്ന് രാത്രി സൗഖ്യമാക്. அப்படி இன்றைக்கு சுகமாகு. നിന്നെ തൊടുകയാണ് ദൈവം. உன்னை ஆண்டவர் தொடுகிறார். பரிசுத்த ஆவியானவர் വിശ്വസിക്ക്. விசுவாசியுங்கள். சபலத ரகனதர ശബര ഹത്തന ജല ഹടക ജല തുരമന ഹടകമന സുദാലദ രഗനദര മന രഗന്ധന പ്രബന്ധനം ഹടക ജലഗദ ബൗഡമനന്ദരാദര ഉദാമന നിപ്പന്തരക്ഷ പ്രൗഢി വിരിഗദല ഗദഗസ്യ. Lord Jesus. Jesus, Jesus. Jesus. പരിശുദ്ധ 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 യേശു അപ്പയാണ് എപ്പോഴും പ്രിയതോഴനാണ്. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാളരികിൽ നീ എന്നുമെന്നും വീണം. ഓ ഓ ശബരസേ ഒരു തെറ്റും അവനിലില്ല, ഒരു കുറ്റവും അവർ മേലെ ഇല്ലേ. മാനവികത, മനുഷ്യത്വം എന്താണെന്ന് അറിയാൻ ഒരേ ഒരാൾ യേശുക്രിസ്തു. അവൻ മനുഷ്യൻ എന്ന് പുരിந்து கொள்ள ഒരേ ഒരു നബർ യേശു ഒരുവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ കയ്യിലേക്കൊന്ന് നോക്കിക്കേ. അവിടെ കൈകളെ ഒന്ന് പാരുങ്ങൾ. അധികാരത്തിന്റെ കറയില്ല, அதிகாரத்தின் கரை இல்லை, ദ്രവ്യാഗ്രഹത്തിന്റെ കറയില്ല, பொருளாசையின் கரை இல்லை,
സ്ഥാനമാനങ്ങളുടെ കറയില്ല, പദവി ആസയിൻ കറയിல்லை, പാപത്തിന്റെ അശുദ്ധിയുടെ കറയില്ല, പാപത്തിൻ അസുത്തமான കറയിல்லை. 33 കൊല്ലം ഈ ലോകത്തിൽ ജീവിച്ചിട്ട് ആരോടും സോറി എന്ന് പറയാത്തൊരു മനുഷ്യൻ. 33 ആണ്ടുകൾ யாரை பார்த்து என்னை மன்னித்து விடுங்கள் என்று சொல்லாத ஒரே ஒரு தெய்வம். വിലാപ്പുറത്ത് കുത്തുന്നവനെ നോക്കി, விலாவில் குத்தப்பட்டவனை, മുഖത്ത് തുപ്പുന്നവനെ നോക്കി, முகத்தில் துப்பப்பட்டவனை பார்த்து, താടി രോമം പറിച്ചെടുക്കുന്നവനെ നോക്കി, அவருடைய முடியை பிடிக்கிறவனை பார்த்து, ഓ പിതാവേ, പിതാവേ, ഇവർ ചെയ്യുന്നതിൻ്റെതെന്നറിയായികയോ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാതിരിക്കുന്നവടിനോ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച നീതിമാൻ, ഇവരെ മന്നി എന്ന് ജപിച്ച ഒരു നീതിമാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതാണ് മോഹൻ റോയ്, രാജാ മോഹൻ റോയ് പറഞ്ഞത്. അതാണ് മുകളിൽ രാജാ சொல்லுகிறார், അവൻ വെളിച്ചം പോലെ വിശുദ്ധൻ, അവർ വെളിച്ചം പോലെ പരിശുദ്ധമുള്ളവൻ, കുഞ്ഞാട് പോലെ നിർദോഷി, അവർ കുറുമ്പ്രാവ് പോലെ നിഷ്കളങ്കൻ, അവർ പുറാവൈ പോലെ കളങ്കമറ്റവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മദാഹം മാറ്റുന്ന ജീവജലത്തിന്റെ നദി, ആത്മദാഹത്തെയും മാറ്റുകിற ജീവനദിയാകി ക്രിസ്തു. അതാ വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, അതാ വിവേകാനന്ദ സ്വാമി சொன்னார், ആ ക്രിസ്തുവിന്റെ കാലത്ത് ഞാൻ ജീവിച്ചിരുന്നു, அந்த கிறிஸ்துவுடைய காலகட்டத்தில் நான் வாழ்ந்திருந்தால் എന്റെ ഹൃദയ രക്തം കൊണ്ട് അവന്റെ പാദം ഞാൻ കഴുകുമായിരുന്നു, இருதய இரத்தத்தினாலே அவருடைய பாதங்களை நான் கழுவுவேன். ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എത്ര പരിശുദ്ധനാണ്, அவர் எவ்வளவோ பரிசுத்தமுள்ளவர், അവൻ എത്ര ഉന്നതനാണ്, அவர் எவ்வளவோ உன்னதமானவர், അവൻ എത്ര പാപമില്ലാത്തവനാണ്, அவர் പാപമില്ലാத ദൈവൻ. ഭീകരമായ കുറ്റം ചെയ്യുന്ന കുറ്റവാളിക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ക്രൂശ് മരണമെങ്കിൽ, கொடூரமான குற்றவாளி கொடுக்கிறதான் சிலுவை மரணம் என்று சொன்னால், എന്ത് തെറ്റിന്റെ പേരിലാണ് അവനെ ക്രൂശിച്ചത്? ஆண்டவர் என்ன தவறு செய்து இயேசுவை சிலுவையிலே அறைந்தார்? ഞാൻ അവസാനിപ്പിക്കട്ടെ, நான் நிறைவு செய்ய விரும்புகிறேன். തെറ്റൊന്നുമില്ല, ஒரு தவறும் ஒன்றும் இல்லை. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു, கைகளை உயர்த்தி ஒரு அல்லேலூயா சொல்லலாமா? നമ്മുടെ യേശുവിൽ തെറ്റൊന്നുമില്ല, நம்முடைய இயேசுவிலே ஒரு குற்றமும் இல்லை. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ കുറ്റമില്ലാത്തവനാണെങ്കിൽ, அவர் குற்றமில்லாதவர் ஆனபடியினால் അവനോട് പറ, നിന്നെ പോലെ എന്നെ കുറ്റമില്ലാത്തവനാക്കണം. அவரை பார்த்து சொல்லுங்க, ஆண்டவரே உம்மை போல என்னை குற்றமில்லாத வாழ கிருபை தாரும். ആമേൻ, ஆமென். എനിക്ക് അവനെ നിന്നെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ஆண்டவரே இயேசுவை போல மாற எத்தனை பேர் வாஞ்சிக்கிறீங்க? ഞാൻ നിർത്തുകയാണ്, நான் நிறுத்த போகிறேன். തെറ്റൊന്നുമില്ല, அவர் ஒரு குற்றமும் செய்யவில்லை. പിന്നെ അവനെ ക്രൂശിക്കാൻ കണ്ടുപിടിച്ച കുറ്റം എന്താണ്? அவர் சிலுவையில் அறைவதற்கு கண்டுபிடித்த குற்றம் என்ன? രണ്ട് കുറ്റം, ரெண்டு குற்றம். നാളെ ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. நாளைக்கு நான் அதை கண்டினியூவாய் பேச போகிறேன். രണ്ട് കുറ്റം, ரெண்டு குற்றம். ഒന്ന്, അവിടുന്ന് ദൈവപുത്രൻ എന്ന് പറഞ്ഞു, அவர் தேவகுமாரன் என்று சொன்னார். இரண்டாவதாக അവിടുന്ന് യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞു, அவர் யூதர்களுக்கு ராஜா என்று சொன்னார். അപ്പൊ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം அவர் யூதர்கள் பொறுத்த மட்டில் യേശുവിനെ ദൈവപുത്രനായി അംഗീകരിച്ചില്ല, இயேசுவை தேவகுமாரனாக அங்கீகரித்துக் கொள்ளவில்லை, അവനെ രാജാവായി അംഗീകരിച്ചില്ല. அவர் ராஜாவாக ஏற்றுக்கொள்ளவில்லை. രാത്രി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. நான் இன்றைக்கு இரவு நன்றியோடு ஆண்டவரை துதிக்கிறேன். കാരണം എന്നാന്നറിയാമോ? காரணம் என்ன தெரியுமா? യേശുവിന്റെ രാജ്യത്വം പുത്രത്വം എന്ന ദർശനം പ്രാപിക്കാതെ, இயேசு ராஜ்யத்தும் அமை புத்திரன் அவன் നിർമ്മിക്ക முடியாமல் ആത്മീയ അന്ധത ബാധിച്ച യഹൂദ തലമുറ, ആത്മീയ കണ്ണുകളെ കുരുടാക്കപ്പെട്ട യൂത ജനങ്ങൾ നന്മയായവനെ രാജകോലം കെട്ടിച്ചു മരക്കുരിശിൽ തറച്ചു കളഞ്ഞപ്പോൾ, നന്മയാനവനെ அந்த ராஜபுத்திரனை அந்த மரத்திலே தூக்கப்பட்ட போது, രാത്രി പുറംപറമ്പിൽ കിടന്ന ജാതികളായ നമുക്ക്, ആമേ പാളയത്തിന് പുറമേരുന്ന ജാതികളായ നമ്മை അവനെ രാജാവെന്ന വെളിപ്പാടോടെ, രാജാവെങ്കിற വെളിപ്പാടോടെ, അവനെ രക്ഷകൻ എന്ന വെളിപ്പാടോടെ, அவர் രക്ഷകന്റെ വെളിപ്പാട് കൂടെ ഈ പൊതുസ്ഥലത്ത് ഉയർത്താൻ ലഭ്യമായ ഭാഗ്യത്തെ ഓർത്ത് കൈകൾ തട്ടി ആരാധിക്കുക. പൊതുസ്ഥലത്തിലാണ് ഉയർത്തുവதற்கு ഭാഗ്യത്തിற்கு കൈയെ തട്ടി കർത്തരെ മഹിമപ്പെടുത്തുங்கள். നാം അത്ര ഭാഗ്യമുള്ളവരാണ്. നാം എவ்வளவு ഭാഗ്യമുള്ളവர்கள். എന്തുകൊണ്ട് അവർ അവനെ രാജാവായി അംഗീകരിച്ചില്ല? ஏன் அவர்களை ராஜா என்று ஏற்றுக்கொள்ளவில்லை? ജനനം കൊണ്ടവർ അവനെ രാജാവായി അംഗീകരിച്ചില്ല. அவரை பிறப்பு நிமித்தமாய் ராஜாவாக ஏற்றுக்கொள்ளவில்லை. എന്തുകൊണ്ട് അവർ അവനെ പുത്രനായി അംഗീകരിച്ചില്ല? ஏன் அவரை தேவகுமாரனாக ஏற்றுக்கொள்ளவில்லை? മാർഗം കൊണ്ടവർ അവനെ പുത്രനായി അംഗീകരിച്ചില്ല. மார்க்கம் கொண்டு அவரை தேவகுமாரனாக ஏற்றுக்கொள்ளவில்லை. ആമേൻ, ஆமென், ആമേൻ. ஆமென். യഹൂദന്മാരെ അംഗീകരിച്ചില്ലെങ്കിലും யூதர்கள்
ഏറ്റുകൊള്ളാവിട്ടാലും, ലോകം യേശുവിനെ ദൈവപുത്രനായി അംഗീകരിച്ചില്ലെങ്കിലും, ഉലകം യേശുവെ ദേവകുമാരനാக അംഗീകരിத்துக் கொள்ளவில்லை ബൈബിൾ என்றாலும், പറയുന്നു യേശു ദൈവത്തിന്റെ പുത്രൻ. ബൈബിൾ சொல்லுகிறது യേശു ദേവന്റെ കുമാരൻ. എല്ലാവരും ശബ്ദം ഉയർത്തി, കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞേ, യേശു ദൈവപുത്രൻ. എല്ലാ കൈയ്യടി, യേശു ദേവനുடைய കുമാരൻ. അതാ ബൈബിൾ പറഞ്ഞത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, തന്റെ കുമാരൻ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവൻ അവൻ നഷ്ടപ്പെട്ടു പോകാമൽ നിത്യജീവനെ പ്രാപിക്കാൻ ദൈവം നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു. നിത്യ ജീവൻ കൊടുப்பதற்காகவே തന്നരുളി ഉലകത്തെ അൻപു കൂർந்தார். യേശു ദൈവപുത്രൻ, ആണ്ടവൻ ദേവകുമാരൻ, യേശു രാജാവ്. യേശു രാജാ. എല്ലാവരും ഉറക്കിയെന്ന് പറഞ്ഞു, യേശു രാജാതി രാജാവ്. യേശു രാജാതി രാജ. சத்தமா சொல்லுங்களே. അപ്പോ ഇത് രണ്ട് യഹൂദന്മാർ അംഗീകരിച്ചില്ല. இந்த ரெண்டு காரியம் யூதர்கள் ஏற்றுக்கொள்ளவில்லை. അതുകൊണ്ട് അവർ അവനെ കൊന്നല്ല, അവനെ രാജകോലം കെട്ടിച്ചു ക്രൂശിച്ചു. അവനെ കൊണ്ടല്ല, അവനെ രാജ പോലെ പരിഹാസം பண்ணி സിലുവയിൽ അറയിந்தார். തലയിൽ, രാജാവിന്റെ തലയിൽ കിരീടമല്ലേ? രാജയുടെ തലയിൽ കിരീടം ഇരിക്കുന്നതല്ലവാ? യേശുവിന്റെ തലയിൽ മുൾ കിരീടം. യേശുവിന്റെ തലയിലെ മുൾ കിരീടം. രാജാവിന്റെ ശരീരത്തിൽ രാജവസ്ത്രമല്ലേ? രാജാവുடைய ശരീരത്തിൽ രാജവസ്ത്രം தானே இருக்கும். യേശുവിന്റെ ശരീരത്തിൽ ധൂമ്ര വസ്ത്രം. യേശുவுடைய ശരീരത്തിലെ அந்த செவங்கி அவന്റെ சிவப்பான வஸ்திரம் தரித்தார்கள். രാജാവിന്റെ കയ്യിൽ പൊൻകോലല്ലേ? രാജാവുடைய പൊൻകോൽ இருக்கிறது. യേശുവിന്റെ കയ്യിൽ കാരിരുമ്പാണി. യേശുവിന്റെ കയ്യിൽ ഇരുമ്പ് ആണികൾ. രാജാവിന്റെ കാലിൽ രാജചെരുപ്പല്ലേ? രാജാവുடைய കാലിൽ രാജ ചെരുപ്പല്ല இருக்கிறது. യേശുവിന്റെ കാലിൽ കാരിരുമ്പാണി. യേശുവുடைய കാലുകൾ ഇരുമ്പ് ആണികളാൽ അറിയപ്പെട്ടത്. രാജാവിന്റെ ഇരിപ്പിട സിംഹാസനമല്ലേ? രാജാവുடைய இருக்கிற സിംഹാസനം അല്ലവാ? യേശുവിനെ ഇരുത്തിയത്, കിടത്തിയത് പച്ചമര കുരിശിൽ. യേശുവെ കിടത്തിനത് പച്ചമര സിലുവയിലെ അവരെ കിടത്തി. രാജാവിന്റെ ഇടത്തും വലത്തും കരുത്തരായ പട്ടാളക്കാരില്ലേ? രാജാവുடைய വലത് ഇടത് പക്കത്തിലെ വല്ല പ്രബലமான യുദ്ധ സേവകർ ഇരുപ്പാர்களே. യേശുവിന്റെ ഇടത്തും വലത്തും കള്ളന്മാർ. യേശുடைய വലത് പക്കം ഇടത് പക്കം രണ്ട് കള്ളറുകൾ. പോരാഞ്ഞ ക്രൂശിന്റെ തലയ്ക്കലൊരു എഴുത്ത്. ക്രൂശിന്റെ തലയ്ക്കലൊരു എഴുത്ത്. അവർ സിലുവയ്ക്ക് മേലെ തലയിൽ മേലെ എഴുത്ത്. നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ്. നസ്രനാകിയ യേശു യൂദരുടെ രാജാവ്. രാജകോലം കെട്ടി, രാജകോലത്തെ കെട്ടി, സ്വന്തം തോളിൽ തലചായിച്ച്, സ്വന്തം തോളിൽ തല സായ്ത്ത്, പ്രാണനെ വിട്ട് മരിച്ചു കിടക്കുന്ന യേശുവിനെ നോക്കി, പ്രാണനെ വിട്ട് മരിച്ചു കിടക്കുന്ന യേശുവെ പാർത്ത് നഗരത്തിലൂടെ പോകുന്ന ആളുകൾ തലകുലുക്കി ചിരിച്ചു. അവൻ നഗരത്തിൽ പോയ ജനങ്ങൾ തലയിൽ കുലുങ്ങി ചിരിച്ചാர்கள். നിലത്ത് തുപ്പി, അവർ നിലത്തെ തുപ്പിനാர்கள். രാജാവിന്റെ കിടപ്പ് കണ്ടോ? രാജാ കിടക്കിற പാരുங்கள். ലോകമേ, ഉലകമേ, 2000 വർഷങ്ങൾക്കപ്പുറം, 2000 ആണ്ടുകൾക്ക് അപ്പുറം യേശുവിനെ രാജകോലം കെട്ടിച്ച മതരാഷ്ട്രീയ സാംസ്കാരിക ശക്തികളെ, അവർ രാജകോലത്തെ അസിംഗപ്പെടുത്തി മത കലാചാര தலைவர்களே, യഹൂദരെ പടയാളി പരീക്ഷകളെ, യൂദർകളെ യുദ്ധ സേവകர்களே, നിങ്ങൾ കെട്ടിച്ച രാജകോലം രാജവേഷമാകാൻ പോകുകയാണ്. നിങ്ങൾ കെട്ടി ആഴ്ത്ത രാജകോലം രാജവേഷമാകാൻ പോകുന്നത്. എന്നാണത് രാജവേഷമാകാൻ പോകുന്നത്? എന്തൊക്കെ രാജവേഷമായി ധരിക്കാൻ പോകുന്നത്? കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, കർത്താവേ ആരവാരത്തോടും, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടും, ദൈവത്തിന്റെ കാഹളത്തോടെ, ദേവയക്കാലത്തോടും സ്വർഗത്തിൽ നിന്നും അവൻ ഇറങ്ങി വരും. വാനത്തിൽ നിന്ന് അവർ ഇറങ്ങി വരും. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറ. വിശ്വാസ കൈயை வைத்து ഹല്ലേലൂയ சொல்லுங்களே. ആ ഇറങ്ങി വരുമ്പോൾ, അവൻ ഇറങ്ങി വരുகின்ற பொழுது, മുൾമുടി ചൂടിയ തലയിൽ മുൾമുടിയിലെ രാജമുടികൾ ചൂടും. அந்த മുൾമുടി ചൂടപ്പെട്ട അതോടെ രാജ ആമേ മുടി ധരിച്ചു കൊണ്ടിരുന്നു. കാരിരുമ്പാണി അടിച്ച കരത്തിൽ കാരിരുമ്പാണിയല്ല, നീതിയുടെ പൊൻകോൽ പിടിക്കും. ആമേ அந்த ആണിയടിക്കപ്പെട്ട കയ്യിൽ നീതിയുടെ ചെങ്കോலை കർത്തർ പിടിപ്പോ. കാരിരുമ്പാണി അടിച്ച കാലിൽ കാരിരുമ്പാണിയല്ല, ആ കാൽ അഗ്നിത്തൂണിന്റെ കാലാ. ആമേൻ. ആമേ കാൽ ആണിയടിക്കപ്പെട്ട കാലിൽ വെങ്കലം പോലെ ഉരുളത്തിൽ ഉരുക്കപ്പെട്ട വെങ്കലത്തെ പോലെ കാലുകളായിരിക്കും. ശരീരത്തിൽ ധൂമ്രവസ്ത്രമല്ല, തേജസ്സവൻ പുതയ്ക്കും. ആമേ. അன்றைக்கு പരിയാസமான വസ്ത്രമല്ല, ഒരു മഹിമയുടെ വസ്ത്രത്തിലാണ് ദേവൻ ഉടുത്തിയിരിപ്പാർ. ഇരിപ്പടം പച്ചമര കുരിശിൽ അവന്റെ സിംഹാസനത്തിൽ അവൻ ഇരിക്കും. ആമേ. അன்றைக்கு പച്ചമര ആമേ കുരിശ് സിലുവയല്ല, എൻ ആണ്ടവർ സിംഹാസനത്തിൽ വീറ്റിരിപ്പാർ. ഇടത്തും വലത്ത് കള്ളന്മാരല്ല, ശക്തന്മാരല്ല, ദൂതന്മാരുടെ അകമ്പടിയോടെ. ഇടത് വലതും ആമേ കള്ളരല്ല, രണ്ട് പക്കവും വല്ലമയാണ് ദൂതന്മാർ. മുഴു ലോകത്തെയും നീതിയോടെ ഭരിക്കാം. മുഴു ഉലകത്തെ നീതിയോട് ആളുകൾ ചെയ്യുവാൻ ഒരു രാജാവായ യേശു വരൂ. ഒരു രാജാവായ യേശു വരുമോ? ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങൾ സിലുവയിൽ അറയപ്പെട്ട യേശുവെ പ്രസംഗിക്കുന്നു. അന്നവൻ തന്നെ ഇളകാത്ത രാജ്യം ഇവിടെ സ്ഥാപിക്കും. അன்றைக்கு അസയാத രാജ്യത്തെ ആണ്ടവൻ സ്ഥാപിപ്പാർ. ആ രാജ്യത്തിൽ അക്രമമില്ല, രാജ്യത്തിൽ അക്രമമില്ല, കലാപമില്ല,
கலகமில்லை, മാറാരോഗമില്ല, வியாதிகள் இல்லை, മരണമില്ല, மரணமில்லை, ദാഹരോഗമില്ല, ஆமை கொடூரமான கொள்ளை நோய்கள் இல்லை, വിശപ്പില്ല. பசி இல்லை. ആ രാജ്യത്തിൽ ജീവവൃക്ഷമുണ്ട്, அந்த ராஜ்ய ஜீவ விருட்சம் இருக்கிறது, ജീവജലത്തിന്റെ നദിയുണ്ട്, ஜீவ தண்ணீராகிய நதி இருக்கிறது, പഴയ പുതിയ നിയമ വിശുദ്ധന്മാരുണ്ട്, பழைய ஏற்பாட்டு புதிய ஏற்பாட்டு பரிசுத்தவான்கள் இருக்கிறார்கள், ദൂതഗണ സഞ്ചയങ്ങളുണ്ട്. தூத சேனைகள் இருக்கிறார்கள். യേശു രാജാവായി സ്ഥാപിക്കാൻ പോകുന്ന, இயேசு ராஜாவாய் ராஜ்யத்தை ஸ்தாபிக்க போகிறார். ഇളകാത്ത രാജ്യത്തിന്റെ അംശിയാകാൻ, ஆமே, அசைக்கப்படாத ராஜ்யத்து பங்காளியாய் ഭാഗ്യം ലഭിച്ചവർ ഹല്ലേലൂയ പറഞ്ഞേ. பாக்கியம் பெற்றுக்கொண்டு அல்லேலூயா சொல்லுங்கள். ആ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? பாக்கியம் கிடைக்காத யாராவது இருக்கிறீர்களா? ഇതാണ് രക്ഷാദിവസം, இதா ரட்சிப்பின் நாள், ഇതാണ് സുപ്രസാദ. இது ஒரு கிருபையின் காலம். നിന്റെ ഹൃദയം യേശുവിനായി കൊടുക്കുക. உன் இதயத்தை கர்த்தருக்கு கொடுங்கள். യേശു വരാൻ പോകുകയാ, இயேசு வரப்போகிறார், അവൻ രാജ്യം സ്ഥാപിക്കാൻ പോകുകയാ. அவருடைய ராஜ்யத்தை ஸ்தாபிக்க போகிறார். അവിടെ നീ പ്രവേശനം ഉറപ്പാക്കിയില്ലെങ്കിൽ, நீர் அங்கே அவை பிரவேசம் உறுதிப்படுத்தாவிட்டால், നിന്റെ ആത്മാവ് എവിടേക്കാ പോകുന്നേ? உன் ஆத்துமா எங்கே போகிறது? നരകത്തിലേക്കാണ്. நரகத்திലേക്ക്. മനുഷ്യ, നീ മുഴു ലോകവും നേടിയാലും, மனிதனே, முழு உலகத்தை ஆதாயப்படுத்திக் கொண்டாலும், നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്കെന്ത് പ്രയോജനം? உன் ஆத்துமாவை நஷ்டப்படுத்தின லாபம் உனக்கு என்ன? രണ്ട് കാര്യം നടക്കും. ரெண்டு காரியம் நடக்கும். ഒന്നേൽ യേശു വരും, ஒன்று இயேசு வருவார், അല്ലെങ്കിൽ നാം മരിക്കും. இல்லை என்றால் நாம் மரிப்போம். രണ്ടിലേതാദ്യം നടന്നാലും ரெண்டிலே எது முதலாவது நடந்தாலும் നമ്മുടെ ആത്മാവ് നരകത്തിൽ പോകാതെ, நம்முடைய ஆத்துமா நரகத்தில் போகாமல், യേശു ഒരുക്കുന്ന നിത്യരാജ്യത്തിൽ എത്തണമെങ്കിൽ, இயேசு ஆயத்தப்படுத்துகிற நித்திய ராஜ்யத்தில் போக வேண்டுமானால், യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. இயேசுவை இரட்சகராக ஏற்றுக்கொள்ளுங்கள். അവന്റെ നാമത്തിൽ, അവന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക. பிதா, குமாரன், பரிசுத்தாவின் நாமத்தினாலே மூழ்கி ஞானஸ்நானம் எடுங்கள். ആത്മാവെന്ന ദാനം പ്രാപിക്കുക. ஆமை ஆவியானுடைய ஞானஸ்நானம் பெற்றுக்கொள்ளுங்கள். വിശുദ്ധിയോടെ ജീവിക്കുക. பரிசுத்தமாய் வாழுங்கள். യേശു വരാറായി. இயேசு வரப்போகிறார். കൈകളൊന്ന് ഉയർത്തി கைகளை உயர்த்துங்கள். ഒരു ഹല്ലേലൂയ പറഞ്ഞു. ஒரு சத்தம் அல்லேலூயா சொல்லுங்கள். എല്ലാവർക്കും എഴുന്നേൽക്കാം. எல்லாரும் எழும்பி நிற்கலாமா? All stand up. ஆம், எல்லாரும் எழும்பி நிற்கலாமா? ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ஒரு வார்த்தை நான் ஜெபிக்க போகிறேன். നാളെ നിങ്ങളെ മുൻപോട്ട് വിളിച്ച് പ്രാർത്ഥിക്കാം. நான் உங்களை நாளைக்கு முன்பாக வர சொல்லி உங்களுக்காக ஜெபிப்பேன். Yes Lord. ஆமென். രോഗമുള്ളവർ രോഗമുള്ള ഭാഗത്ത് കരം വെച്ചു. வியாதி உள்ளவர்கள் வியாதி இருக்கிற இடத்துல கைகளை வையுங்கள். ഇന്ന് രാത്രി എനിക്ക് യേശുവിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? இந்த ராத்திரி எனக்கு இயேசு வேண்டும் என்று விரும்புகிறவர், പാപത്തോട് ഞാൻ വിട പറഞ്ഞ് പാപനിമിത്തം എനിക്ക് വേണ്ടി തകർന്ന യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു. பாவத்தை தள்ளிவிட்டு பாவத்துக்காய் மரித்த இயேசுவை நான் பார்ப்பேன். അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഹൃദയം ഒന്ന് കൊടുത്താട്ടെ കർത്താവേ. அப்படி யாராவது உதிர்த்து யாராவது கொடுப்பீர்களா? இன்றைக்கு യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ട് സ്നാനപ്പെടുത്ത ആരെങ്കിലും ഉണ്ടോ? இயேசுவை இரட்சகராய் ஏற்றுக்கொண்டு இதுவரைக்கும் ஞானஸ்நானம் எடுக்காமல் யாராவது இங்கு இருக்கிறீர்களா? ആ ജ്ഞാനസ്നാനത്തിനായി നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചേ. அந்த ஞானஸ்நானத்துக்காக இதயத்தை ஒப்புக் கொடுங்கள். യേശുവിനെ സ്വീകരിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച് പാപം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ஆமே, இயேசுவை ஏற்றுக்கொண்டு ஞானஸ்நானம் பெற்றுக்கொண்டு யாராவது பாவம் செய்து கொண்டிருக்கிறீர்களா? മടങ്ങി വരിക. மனம் திரும்பி வாருங்கள். കമ്പായിക്ക്. திரும்பி வாருங்கள். യേശുവിലേക്ക് മടങ്ങി വരിക. இயேசுவை பார்த்து இயேசுவிடத்தில் வாருங்கள். കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ചു. கைகளை உயர்த்தி பிடிங்கள். ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ஒரு வார்த்தை ஜெபிக்க போகிறேன். പാസ്റ്റർ അതിനുശേഷം ഒരു പാട്ട് പാടും. அருமையான தேவன் ஒரு பாடலை பாடுவார். ഒരുമിച്ച് ആരാധിക്കണം. ஒருமித்து நாம் ஆராதிக்க போகிறோம். നല്ല കർത്താവേ, நல்ல ആണ്ടവരേ, ഈ മക്കളെല്ലാം അങ്ങയുടെ കരങ്ങൾ തരികയാണ്. இந்த பிள்ளைகளெல்லாம் உடைய கரத்தில் தருகிறேன். ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണെങ്കിൽ, அவன் சிலுவையுடைய மரணம் ரட்சிக்கப்படுவதற்கு தேவனுடைய பலனாய் இருக்கிறது. ഇതിനകത്ത് വിശ്വസിക്കുന്നവരുടെ മേലെ വചനം ദൈവശക്തിയായി വ്യാപരിക്കട്ടെ. அந்த விசுவாசி பிள்ளைகள் மேல வசனத்தின் வல்லமை அசைவாடுவதா. യേശുവിൻ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. இயேசுவின் நாமத்தில் ஜனத்தை ஆசீர்வதிக்கிறேன்.